ലോകരാജ്യങ്ങൾ ഇന്ന് ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ശനിയാഴ്ച തോറും എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഈ ഡിസ്കഷനുകൾ നിങ്ങൾക്ക് പ്രയോജനമായി തീരുന്നുവെന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. ഇന്ന് ഞങ്ങളൊരു പുതിയ ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. അത് വേറൊന്നുമല്ല, പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമ പുസ്തകങ്ങൾ എത്രത്തോളം ആവശ്യമാണ്, റിലവൻസി ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച്. പുതിയ നിയമസഭയിലെ ഇമ്പോർട്ടൻസ്, പഴയ നിയമ പുസ്തകങ്ങളുടെ ആവശ്യകത എത്രത്തോളം ഉണ്ട്, അത് ആവശ്യമുണ്ടോ? സാധാരണക്കാരൻ ചോദിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ, വായിക്കേണ്ട ആവശ്യമില്ലേ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഈ സംസാരത്തിലൂടെ മുമ്പോട്ട് വരുന്നത്. ഈ വിഷയത്തിൽ ബോബൻ ബ്രദർ എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ? ഞാനത് ആലോചിക്കായിരുന്നു. ബ്രദർ വർഷങ്ങളായിട്ട് ഇതുവരെ ഒരു പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം കോട്ട് ചെയ്ത് ഇതുവരെ മെസ്സേജ് കേൾക്കാൻ എനിക്ക് തോന്നുന്നു കോട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമത്തിൽ എടുത്തിട്ടിരിക്കുന്ന ഉദ്ധരണികൾ പലപ്പോഴും എടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും പഴയ നിയമം ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള മെസ്സേജുകളാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ എല്ലാം ദൈവതിരുവെഴുത്ത് എന്നുള്ള നിലയിൽ പുതിയ നിയമത്തിൽ ഈ പഴയ നിയമത്തിലെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പഴയ നിയമം ആവശ്യമല്ലേ? ഓക്കെ, ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന് കുറച്ചുകൂടെ ചോദ്യം ഇന്നതായിരിക്കണം. അതായത് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ എടുത്തിട്ടിരിക്കുന്നു. അപ്പോൾ പുതിയ നിയമസഭയ്ക്ക് പഴയ നിയമം വേണ്ട എങ്കിൽ പിന്നെ എന്തിനാണ് പുതിയ നിയമത്തിൽ ഉദ്ധരണികൾ കൊട്ടേഷനുകൾ എടുത്തിട്ടുള്ളത്? അതിനു മുമ്പ് തന്നെ ഒരു ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ടോക്ക് ആരംഭിക്കുന്നത്. ആ ഫൗണ്ടേഷൻ വേറൊന്നുമല്ല, തിമോത്തിയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യമാണ്. ഫസ്റ്റ് തിമോത്തി 3:16. ആ വാക്യം നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. ഈ ബേസിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ടോക്ക് കംപ്ലീറ്റ് പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ ഞാൻ ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് വേണ്ടി ഇടുകയാണ് ആ വാക്യത്തിലൂടെ. തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ദയവായിട്ട് ശ്രദ്ധിച്ചാട്ടെ. 2 തിമോത്തിയോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസികമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. ഓക്കെ, ഓൾ സ്ക്രിപ്ചർ ഇൻസ്പയർഡ് ഓഫ് ഗാഡ്, ഇൻസ്പയർഡ് ബൈ ഗാഡ്. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസിയുമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസിയുമാണ്. അപ്പം അതിനകത്ത് ആ തിരുവെഴുത്ത് എന്നുള്ളതിനകത്ത് ഉൾപ്പെടുത്തപ്പെടുന്ന ഭാഗങ്ങൾ അത് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഏതെങ്കിലും ഒരു വേദഭാഗം തിരുവെഴുത്തിൽപ്പെട്ടതല്ല എന്ന് ആരെങ്കിലും സമർത്ഥിക്കാൻ ഒരുങ്ങിയാൽ അത് തെറ്റാണ്. കാരണം വചനം വ്യക്തമായിട്ട് പറയുന്നു എല്ലാ തിരുവെഴുത്തും, എല്ലാ തിരു എഴുത്ത്, അങ്ങനെ തിരിച്ചു പറഞ്ഞാൽ മനസ്സിലായി, തിരു എഴുത്തെല്ലാം ദൈവശ്വാസിയുമാകുന്നു. അത് എന്തിനൊക്കെ വേണ്ടി നൽകപ്പെട്ടതാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും പഴയ നിയമ ഭാഗങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ നിയമഭാഗങ്ങൾ ദൈവനിശ്വാസിയുമല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇനി എന്തുകൊണ്ട് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ എടുത്തിട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേൾക്കാൻ താല്പര്യപ്പെടുന്നതായിരിക്കും. സുവിശേഷങ്ങളാകട്ടെ ലേഖനങ്ങളാകട്ടെ ഇത് എഴുതിയിരിക്കുന്ന സാഹചര്യം ഒന്ന് മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും. മിക്കവാറും സുവിശേഷത്തിൻ്റെയും ലേഖനങ്ങളുടെയും കേൾവിക്കാർ യഹൂദന്മാരാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മത്തായി സുവിശേഷം 1-ാം അധ്യായം നമ്മളിപ്പോൾ ഒരു സാധാരണക്കാരനോട് പറയുകയാണ്, ബ്രദറെ ബൈബിള് വായിക്കണം, പുതിയ നിയമം വായിക്കണം. ഓക്കെ, നമ്മളൊരു പുതിയ നിയമത്തിൻ്റെ ഭാഗം എടുത്ത്, പുതിയ നിയമത്തിൻ്റെ ഒരു ബൈബിൾ എടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അവനോട് പറഞ്ഞു, ഇന്ന് പോലെ നീ പുതിയ നിയമം വായിക്കാൻ പഠിക്കണം. അങ്ങനെ അവൻ വീട്ടിൽ ചെന്ന് വായന തുടങ്ങുകയാണ്. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ ആ ഒരു അധ്യായം വായിച്ചു കഴിയുമ്പോഴത്തേക്കും അവനാകെ ഒരു അസ്വസ്ഥനാകും. കാരണം അവിടെ മുഴുവൻ എഴുതിയിരിക്കുന്ന വംശാവലിയാണ്. ജനിപ്പിച്ചു മരിച്ചു, ഇങ്ങേര് ജനിച്ചു, ഇങ്ങേരെ ജനിപ്പിച്ചു മരിച്ചു, ജനിപ്പിച്ചു മരിച്ചു. ഒരാൾ പണ്ട് ചോദിച്ചത് സരസമായിട്ടിരിക്കുക, അയാൾ ജനിപ്പിച്ചിട്ടും അയാൾ ജനിച്ചിട്ടും അയാൾ മരിച്ചിട്ടും എനിക്കെന്നാ ഗുണം? അപ്പം വാസ്തവത്തിൽ എന്തിനാണ് മത്തായി 1-ൽ
ഈ വംശാവലിയുടെ നീണ്ട വിവരണം കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ വായനക്കാർ യഹൂദന്മാരായ വായനക്കാര് വംശാവലിക്ക് ഒരമിത പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ അവരെ കൺവിൻസ് ചെയ്യണം. യേശു എന്ന് പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്നലത്തെ മഴയത്ത് കിളിർത്തു വന്ന ഒന്നല്ല. ഇതിനൊരു റൂട്ടുണ്ട്. ആ റൂട്ട് ഇവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആരുടെ? വായനക്കാരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ ഈ വായനക്കാരെ അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആ റൂട്ട് പറഞ്ഞേ പറ്റൂ. ഇപ്പം നമുക്കറിയാം, ജീനിയോളജി അല്ലെങ്കിൽ വംശാവലി തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായി യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞ് മത്തായി 1 തുടങ്ങുമ്പം അബ്രഹാമിനും ദാവീദിനും യേശു ക്രിസ്തുവിനും ഇടയിൽ എത്രയോ വംശങ്ങളുണ്ട്, എത്രയോ ജനറേഷനുണ്ട്. യേശുവിന്റെ വരവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വംശാവലി കൊടുത്തിരിക്കുന്നത്. യേശുവിന്റെ റൂട്ട്, ഏത് വഴിയിലൂടെയാണ് യേശു വന്നത് എന്ന് യഹൂദന്മാർക്ക് അറിയണം. എന്നാൽ മാത്രമേ യഹൂദന്മാർ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ യഹൂദന്മാർ പ്രത്യേകിച്ച് ദൈവരാജ്യം എന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, മത്തായിൽ വളരെ കുറവാണ് ദൈവരാജ്യം എന്ന പദം. അതിന് പകരം സ്വർഗരാജ്യം എന്ന പദമാണ്. അതേ വിഷയം തന്നെ മർക്കോസിലും ലൂക്കോസിലും പഠിച്ചാൽ സ്വർഗരാജ്യമാണ്. പക്ഷെ മത്തായിൽ വരുമ്പോൾ മാത്രം ദൈവരാജ്യമാണ്. കാരണം യഹൂദൻ ഒരിക്കലും ദൈവത്തിൻ്റെ നാമം വീണ്ടും വീണ്ടും എടുക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പം ദൈവത്തിൻ്റെ നാമത്തിന് തത്തുല്യമായ ഒരു നാമം സ്വർഗം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തുപയോഗിച്ചതാ? ദൈവരാജ്യം എന്നുള്ളതിന് പകരം സ്വർഗരാജ്യം എന്ന ആശയം ഉപയോഗിച്ചതാണ്. അർത്ഥവത്താൽ ഇതിനകത്ത് വ്യത്യസ്തതകളില്ല. സുവിശേഷത്തിലാകട്ടെ, ഇപ്പം മത്തായി, മർക്കോസ്, ലൂക്കോസ്, സിനോപ്റ്റിക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മാത്യു, മാർക്ക് ആൻഡ് ലൂക്ക്. പിന്നെ യോഹന്നാൻ ഇതിൻ്റെ അകത്ത് ഇൻഡിപെൻഡൻ്റാണ്. യോഹന്നാൻ്റെ സുവിശേഷം മറ്റു സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായതാണ്. സംഭവങ്ങൾ പലതും യോഹന്നാനിൽ പറഞ്ഞിട്ടുള്ളത് പലതും മത്തായിലില്ല, മത്തായി പറഞ്ഞിട്ടുള്ളത് പലതും യോഹന്നാനിലില്ല. കാരണം 3 പേരും ഒരുമിച്ചിരുന്ന് ഒരേ ആശയത്തിൽ പോയെങ്കിൽ യോഹന്നാൻ ഒരു ഇൻഡിപെൻഡന്റ് വ്യക്തിയായിട്ട് നിന്നാണ് ഈ ആശയത്തെ വിശകലനം ചെയ്യുന്നത്. പക്ഷേ അതിൽ തന്നെ അർത്ഥവ്യാപ്തിയിൽ ആഴവും ദൈർഘ്യവും കൂടുതലുണ്ട്. എണ്ണത്തിൻ്റെ വ്യത്യാസം ചില സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ മത്തായിയുടെ എഴുത്തിൽ 2 എന്ന് പറഞ്ഞിടത്ത് ലൂക്കോസിൽ വരുമ്പോൾ ചിലപ്പം 3, 8, 10 ഒക്കെ ആകാറുണ്ട്. അത് മത്തായിയുടെ വ്യൂവിൽ മത്തായി കണ്ടത് 2 പേരെയാണ്. അതിൻ്റെ അർത്ഥം 10 തെറ്റാന്നല്ല. ലൂക്കോസിൽ വന്നപ്പം ലൂക്കോസ് വ്യക്തമായിട്ട് കണ്ടു, മത്തായി കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രതയിൽ ലൂക്കോസ് കണ്ടതിനെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പം സുവിശേഷത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ലേഖനങ്ങളിലാണ് ഒരുപാട് ഉദ്ധരണികളുള്ളത്. പ്രത്യേകിച്ച് റോമാലേഖനം, എബ്രായ ലേഖനം, അങ്ങനെയുള്ള ലേഖനങ്ങൾ. ഒരുപക്ഷെ അതായിരിക്കും ബോംബ്രർ ചോദിച്ചതല്ലേ? ലേഖനങ്ങൾ ആണ് മെയിനായിട്ട് ചോദിച്ചത്. ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പഴയ നിയമ ഉദ്ധരണികളാണ്. ഇപ്പം എബ്രായ ലേഖനം മുഴുവൻ പഴയ നിയമ ഉദ്ധരണികളാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കേൾവിക്കാർ യഹൂദന്മാർക്ക് യാഗം എന്നാന്നറിയാം, പൗരോഹിത്യം എന്നാന്നറിയാം. അപ്പൊ ആ വഴിയിലൂടെ പറഞ്ഞു വന്നാൽ മാത്രമേ യഹൂദന്മാർക്ക് മനസ്സിലാവുള്ളൂ. എന്നാൽ ജാതികൾക്ക് മാത്രമായിട്ട് എഴുതപ്പെട്ട ലേഖനങ്ങളൊന്നും നോക്കിക്കേ. ഞാൻ സുവിശേഷത്തിൽ ഇന്നുകൊണ്ട് തന്നെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം മത്തായി തുടങ്ങുമ്പം അബ്രഹാം, ഇസഹാക്ക്, അല്ലെങ്കിൽ അബ്രഹാം, ദാവീദ്, യേശു ക്രിസ്തു, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷെ യോഹന്നാൻ തുടങ്ങുമ്പോൾ ഇതൊന്നുമില്ല. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ജഡമെടുത്ത് നിങ്ങളുടെ ഇടയിൽ പാർത്തു, യേശു എന്ന് പേർ വിളിച്ചു. നോക്കിക്കേ, കുറച്ചുകൂടെ ഈ വലിയ ബാക്ക്ഗ്രൗണ്ട് വിശദീകരിക്കാതെ, പഴയ നിയമത്തിലെ വ്യക്തികളെ ഉയർത്താതെ, അല്ലെങ്കിൽ പഴയ നിയമത്തിലെ വ്യക്തികളെ എടുക്കാതെ പുതിയ നിയമത്തിൽ വന്ന യേശുവിനെ പ്രസന്റ് ചെയ്യുകയാണ് യോഹന്നാൻ. കാരണം യോഹന്നാന്റെ കേൾവിക്കാര് ജ്ഞാനവാദികളാണ്. അവരെ സംബന്ധിച്ചുള്ള അബ്രഹാം എന്ന് പറഞ്ഞാൽ അവർ തല ചൊറിയും, ആരാ ഇത്? മൽക്കിസദേക്ക് എന്നൊക്കെ അവരോട് പറഞ്ഞാൽ അവർ ചിന്തിക്കും, ആരുടെ കാര്യമായി പറയുന്നത്? അല്ലെങ്കിൽ ഇസഹാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ അവർക്ക് വളരെ അറിവുള്ള ഒരു കാര്യമാണ് വചനം. വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമെടുത്ത് നിങ്ങളുടെ ഇടയിൽ പാർത്തു, യേശു എന്ന് പേർ വിളിച്ചു. എന്നാൽ അതേ കാര്യം മത്തായി പറഞ്ഞപ്പോൾ എവിടെ തുടങ്ങി? അബ്രഹാമിന്റെ മകനായ, ദാവീദിന്റെ മകനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. 48 കുടുംബങ്ങളുടെ അല്ലെങ്കിൽ പേര് പറഞ്ഞ ശേഷമാണ് മത്തായി യേശുവിനെ അവതരിപ്പിച്ചത്. കാരണം മത്തായിയുടെ വായനക്കാർ ഈ വംശാവലി കേട്ട് തൃപ്തരാകുന്നവരാ. വംശാവലി പഴയ നിയമത്തിൽ തന്നെ വായിച്ചാൽ അറിയാം. ദൈവം പോലും പരിചയപ്പെടുത്തുമ്പോൾ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നാണ് പരിചയപ്പെടുത്തുന്നത്.
ദൈവം പോലും വംശങ്ങളുടെ ദൈവം എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ യഹൂദൻ്റെ ഇടയിൽ ഈ ജീനിയോളജിക്ക്, വംശാവലിക്ക് ഒരു അമിത പ്രാധാന്യതയുണ്ട്. വംശാവലി കൂടാതെ വല്ല അവതരിപ്പിച്ചാൽ അവർ പറയും ഇതൊന്നും ബേസ് ഒന്നും ഉള്ളതല്ല, ഇന്നലെ പരമ്പരാഗതമായിട്ട് വന്നതല്ല, അതിനകത്തൊന്നും ഒരു പരിധിക്കപ്പുറത്ത് വലിയ ആശയങ്ങളില്ല എന്ന് പറയും. പക്ഷേ ലേഖനങ്ങളിൽ, ഇപ്പോൾ സുവിശേഷത്തിലെ കാര്യം ഞാൻ പറഞ്ഞു, ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ഓരോ ലേഖനത്തിൻ്റെയും കേൾവിക്കാർ, റെസിപ്പിയൻസ്, ആരാ സ്വീകരിക്കുന്നത്, അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പഴയ നിയമത്തിലെ ഉദ്ധരണികൾ എടുത്തിട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പഴയ നിയമത്തിലെ ഉദ്ധരണികൾ എടുത്തിട്ടിരിക്കുന്നത് തെറ്റാന്നല്ല, വായനക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചോളം, ജാതികളായ യഹൂദന്മാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് അബ്രഹാമിൻ്റെ വഴിയിലൂടെ പോയി യേശുക്രിസ്തുവിൽ എത്തേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവനെ നിങ്ങൾ യേശു എന്ന് പേർ വിളിച്ചു. ഇമ്മാനുവേൽ, നമ്മുടെ ഇടയിൽ ദൈവം പാർത്തു. ഡയറക്റ്റ് ക്രൈസ്റ്റിലേക്ക് വരിക. അപ്പോൾ ഉദ്ധരണികൾ ഇട്ടതിൻ്റെ ഉദ്ദേശം ഇതാണ്, വായനക്കാർക്ക് ആ വിഷയത്തെ കൂടുതൽ മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഒരു ഉദ്ധരണി പോലും ഇല്ലാത്ത ലേഖനങ്ങളുണ്ട്. ഇപ്പം കൊളോസ് ലേഖനം, അല്ലെങ്കിൽ എഫെസ് ലേഖനം, അതുപോലുള്ള ലേഖനങ്ങൾ. റോമാലേഖനത്തിലുള്ളതുപോലെ ഉദ്ധരണി ഒരുപക്ഷെ കൊളോസ് ലേഖനത്തിൽ നോക്കിയാൽ നിങ്ങൾ കാണുകയില്ല. എഫെസ് ലേഖനത്തിൽ 1, 2, 3 ഉദ്ധരണികളേ ഉള്ളൂ. പക്ഷേ എബ്രായ ലേഖനം മുഴുവൻ ഉദ്ധരണിയാണ്. പത്രോസ് ലേഖനത്തിൽ വരുമ്പം ഒരു പരിധിക്കപ്പുറത്ത് ഉദ്ധരണികളില്ല. കാരണം യഹൂദ പശ്ചാത്തലം മാറി. പന്തോസിയിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് സുവിശേഷം എത്തി. അവിടെ യഹൂദന്മാരില്ല. അതുകൊണ്ട് തന്നെ യഹൂദന്മാരില്ലാത്തടത്ത് യഹൂദൻ്റെ വല്യപ്പൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ആ റൂട്ട് പറഞ്ഞു വന്നാൽ മനസ്സിലാകാൻ. പക്ഷേ യഹൂദന്മാരുള്ളിടത്ത് ഈ റൂട്ട് പറഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ പഴയ നിയമത്തിലെ ഉദ്ധരണി എടുത്തിട്ടതിലൂടെ എഴുത്തുകാരുദ്ദേശിച്ചതിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. മൈക്ക് ഉണ്ടോ? അവിടെ ഉണ്ടോ? ഓളി ഉണ്ടോ? ഓക്കെ, പറഞ്ഞു. ഈ ഉദ്ധരണി കണ്ടുള്ള ഇത് ഇപ്പൊ ബ്രദർ ക്ലിയർ ചെയ്തു. പക്ഷേ എങ്കിൽ പോലും വീണ്ടും സാധാരണക്കാർക്ക് ഉള്ള ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, പഴയ നിയമം ഇപ്പോഴും ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പഴയ നിയമം ഇന്ന് റെലവൻ്റ് ആണോ, അല്ലെങ്കിൽ പഴയ നിയമം ഇന്ന് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ പഴയ നിയമം എന്നുള്ളതിനെ തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്നു ആദ്യമേ തന്നെ. കാരണം നമ്മളിപ്പോൾ ഈ പഴയ നിയമം എന്ന് പറയുന്ന ഈ പുസ്തകം, ഇപ്പോൾ ഉൽപ്പത്തി തുടങ്ങി മലാക്കിയിൽ അവസാനിക്കുന്ന ഈ പഴയ നിയമം എന്നുള്ള പുസ്തകത്തെയാണ് നമ്മൾ ഈ മിക്കവാറും ആൾക്കാർ പഴയ നിയമം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതല്ല വാസ്തവത്തിൽ നിയമം എന്നതുകൊണ്ട് ആശയം അർത്ഥമാക്കുന്നത്. വാസ്തവത്തിൽ പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഉടമ്പടി എന്ന് പറയുന്നത് മോശയിക ന്യായപ്രമാണത്തെയാണ്. പഴയ നിയമ പുസ്തകങ്ങൾ യേശു പോലും തിരിച്ച തിരിവുകളുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ ആദ്യം മനസ്സിലാവും. ആദ്യത്തെ 5 പുസ്തകത്തെ പഞ്ചഗ്രന്ഥങ്ങൾ, പെന്ററ്റുക്ക് എന്ന് വിളിച്ചിരുന്നു, തോറ എന്ന് വിളിച്ചിരുന്നു. ഏതൊരു യഹൂദ ബാലകനും ജനിച്ച ശേഷം ഈ 12 വയസ്സിനകത്ത് ഈ 5 പുസ്തകങ്ങളിൽ തികവുള്ളവനാകണം. തിരിച്ചും മറിച്ചും എന്ന് ചോദിച്ചാലും തികവുള്ളവനാണ്. അപ്പോൾ ഈ ആദ്യത്തെ 5 ബുക്സിനെ ഒരു കാറ്റഗറിയായും പിന്നീടുള്ളതിനെ പല കാറ്റഗറികളായിട്ടും തിരിച്ചിരിക്കുക. പിന്നീടുള്ളത് തിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് പ്രവാചകന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാരുടെ അകത്ത് തന്നെ 2-3 തിരിവുകൾ, ചെറിയ പ്രവാചകന്മാർ, വലിയ പ്രവാചകന്മാർ. അതിനകത്ത് തന്നെ പിന്നീട് വരുമ്പോൾ പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ്, പ്രവാസത്തിൽ പോയതിന് ശേഷം, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം, ദേവാലയത്തിൻ്റെ പണിയോട് ബന്ധപ്പെട്ട്, പണിക്ക് ശേഷം, ദേവാലയത്തിൻ്റെ ശിഥിലതയോട് ബന്ധപ്പെട്ട്. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഓൾ ടുഗെദർ കണക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പ്രധാനമായും പഴയ നിയമം എന്ന് വിളിച്ചിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ആശയമുണ്ട്. മോശയിക ന്യായപ്രമാണം എന്ന നിലയിൽ മോശയ്ക്ക് ന്യായപ്രമാണം നൽകപ്പെട്ടത് അക്ഷരത്തിൽ എഴുതി, ലിറ്ററൽ ലോ, അക്ഷരിക ന്യായപ്രമാണം എന്ന നിലയിൽ എഴുതപ്പെട്ട് കൊടുക്കപ്പെട്ടത് സീനാമലയിൽ വെച്ചാണ്. അതിന് മുമ്പേ അവിടെ ഈ നിയമം അലിഖിതമായിട്ടുണ്ടായിരുന്നു. ലോ ഇംപ്ലിമെന്റ് ചെയ്തത് എൻ്റെ കാഴ്ചപ്പാടിൽ ഗാർഡൻ ഓഫ് ഈഡനില്ല, ഏതൻ തോട്ടത്തിലാണ് ലോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് അക്ഷരിക രൂപത്തിൽ എഴുതപ്പെട്ട് സാധാരണ മനുഷ്യന്റെ കയ്യിലേക്ക് കിട്ടിയത് സീനായ് മലയിൽ സ്റ്റോൺ ടാബ്ലറ്റിൽ അകത്തും പുറത്തും കൈയെഴുത്തുള്ള പലകയിൽ ദൈവം കൊടുക്കുമ്പോഴാണ്.
പക്ഷെ അവിടെ മുതലാണ് ഈ പഴയ നിയമം എന്ന ആശയത്തിൽ നമ്മൾ ഇതിനെ പഠിക്കാൻ തുടങ്ങിയാലും ഇതിൻ്റെ റെലവൻസി യേശുക്രിസ്തുവിലേക്കാണ് ഇത് മുഴുവൻ ഫോക്കസ് ചെയ്തത്. ഉദാഹരണം ഞാൻ പറയാം. പ്രവാചകന്മാർ അല്ലെങ്കിൽ ന്യായപ്രമാണം മുഴുവൻ ന്യായപ്രമാണത്തെ ഫുൾഫില്ല് ചെയ്യുന്ന ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ലോയെ ഫുൾഫില്ല് ചെയ്യുന്ന ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾക്കും ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പം മുഴുവൻ ന്യായപ്രമാണവും നോക്കിയിരുന്നത് ഇതിനെ പൂർത്തീകരിക്കുന്ന ഒരാളെയാണ്. ഈ പഴയ നിയമത്തിലെ മുഴുവൻ പുസ്തകങ്ങളും നോക്കി പാർത്തത് ഇതിനെ പൂർത്തീകരിക്കുന്ന ഒരു മശിഹയാണ്. ആ മശിഹയാണ് ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആൾക്കാർ ഇതിനെ തിരിക്കുമ്പോൾ രണ്ടായിട്ട് നിഴലും പൊരുളും എന്നൊക്കെ തിരിക്കാറുണ്ട്. പക്ഷെ നിഴലാ പൊരുളാന്നൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ പദത്തിന് ഒരു അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. നിഴലെന്ന ആശയം തന്നെ ഒന്ന് എടുത്ത് സംസാരിച്ചാൽ പോലും നിഴലുണ്ടായിരുന്ന കാലത്ത് ഒരാൾ നിഴലിൻ്റെ പുറകെ പോകുന്നുവെങ്കിൽ അതിനെ അതിശയിക്കേണ്ടതില്ല. പക്ഷെ പൊരുള് വന്ന ശേഷവും ഒരാൾ നിഴലിൻ്റെ പുറകെ പോവുകയാണെങ്കിലോ? അപ്പൊ ഇതിനകത്ത് വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പഴയ നിയമത്തിലെ പ്രാർത്ഥന ഓരോന്നിനോട് ബന്ധപ്പെട്ട് ഞാൻ പറയാം. പഴയ നിയമത്തിലെ പ്രാർത്ഥന, ദാസന്റെ കണ്ണ് യജമാനന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ, നിങ്ങൾക്കറിയാം അല്ലേ, എന്ന പോലെ ദൈവമേ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നു. ഇതായിരുന്നു പഴയ നിയമത്തിലെ പ്രെയർ. പക്ഷെ പുതിയ നിയമത്തിലെ പ്രെയർ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇതങ്ങനെയാണോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പൊ പഴയ നിയമത്തിലെ പ്രാർത്ഥന ദാസനും യജമാനനും, ഞാൻ ദാസനാണ്, ദൈവം എനിക്ക് യജമാനനാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വന്നപ്പം അതാരായി മാറി? അപ്പനും മകനുമായി മാറി. അപ്പൊ ആ പ്രാർത്ഥന ഇന്ന് ചൊല്ലുന്നതിന് പ്രായോഗികതയുണ്ടോ? ഇല്ല. മനസ്സിലായി? ആശയം മനസ്സിലായി? അന്ന് ദാസനായിരുന്നു, ഇന്ന് മകനായി. എന്നിട്ടും മകനായ ശേഷവും ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ ദൈവമേ നിന്റെ അടുക്കിലേക്ക് വരുന്നു എന്ന് പറയുമ്പോ ഈ ആക്കിയ പദവി അറിയാതെയാണ് ഒരു മനുഷ്യൻ ഇത് ചെയ്യുന്നത്. അപ്പൊ ഈ തിരിച്ചറിവ് വന്നവരെ സംബന്ധിച്ച് പഴയ നിയമം ആവശ്യമില്ല. അതിലേക്ക് നമ്മൾ വരിക. അപ്പൊ 2-3 ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പഴയ നിയമത്തിലെ ഒരു കാര്യം കേട്ടെ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ദൈവം പണ്ട് പഴയ നിയമത്തിൽ ദൈവം പണ്ട് ഇറങ്ങി വന്നിരുന്നത് പർവ്വതങ്ങളിലായിരുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായം വായിച്ചാൽ അറിയാം. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതം, വാക്കുകളുടെ ശബ്ദം, കൊടുങ്കാറ്റ്, കൂരിരുട്ട്, മിന്നൽ പിണർ എന്നിവയ്ക്ക് അടുക്കിലേക്ക് അല്ലല്ലോ നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നേ. ആ ശബ്ദം കേട്ടവർ ഇനിയൊരു വാക്ക് ഞങ്ങളോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് ഭയപരവശരായി കൂടാരങ്ങളിൽ ഒളിച്ചു. അപ്പൊ ദൈവം അന്ന് ഇറങ്ങി വന്നത് പർവ്വതങ്ങളിലേക്കായിരുന്നു, പർവ്വതത്തിലായിരുന്നു. അന്ന് പർവ്വതത്തിലേക്ക് നോക്കിയവർക്കെല്ലാം ആ പർവ്വതത്തിൽ നിന്ന് സഹായം കിട്ടി. അതുകൊണ്ടാ സങ്കീർത്തനം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടുന്ന് വരുന്നു? പുതിയ നിയമ വിശ്വാസി ഇന്ന് ഏതെങ്കിലും മലയിലോട്ട് തലയും പൊക്കിക്കൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പെടലി വേദന എടുക്കാന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. കാരണം അന്ന് ദൈവം മലയിലാണ് ഇറങ്ങി വന്നുകൊണ്ടിരുന്നേ. പക്ഷെ ഇന്ന് ദൈവം മലയിലല്ല, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അപ്പൊ ഈ മാറ്റം സംഭവിച്ചത് അറിയാതെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. കുറെ പേര് പർവ്വതങ്ങളിലേക്ക് തലയും പൊക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് ഇതല്ല ഇന്ന്, അതല്ല ഇതല്ല അത്. ആ ജീവിതത്തിൽ നിന്ന് വേറൊരു ജീവിതത്തിലേക്ക് യേശു നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞു. ഈ കൊണ്ടുവന്ന ലൈഫ് അനുഭവിക്കാതെ പിന്നെയും പഴയതിൽ തന്നെ ജീവിക്കുന്നെങ്കിൽ ഈ പുതിയത് കൊണ്ടുവന്നത് അറിഞ്ഞില്ല എന്ന് അതിൻ്റെ അർത്ഥം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമ്മളെല്ലാവരും തന്നെ പേടിയൊക്കെ വരുമ്പം പറയാറുള്ള അല്ലെങ്കിൽ പാടാറുള്ള ഒരു സങ്കീർത്തനമാണ്, ഓർമ്മയുണ്ടല്ലോ, അത്യുന്നതൻ്റെ. ഓക്കെ, എനിക്ക് തോന്നുന്നു പേടിപ്പിക്കുന്ന ഏത് വിഷയം വരുമ്പോഴും ഏറ്റവും ആദ്യം പയറ്റുന്ന അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴങ്കിടി പറക്കുകയും ചെയ്യുന്ന യഹോവയെ കുറിച്ച് അങ്ങ് നിൽക്കുക. ആ വാക്യത്തിന്റെ ഓരോ വേർഡിങ്സ് നിങ്ങൾ എടുത്ത് നോക്കുക. അത്യുന്നതന്റെ മറവ്, സർവശക്തന്റെ നിഴല്. അന്ന് ഭക്തന്മാർക്ക് ലഭിച്ചിരുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് അത്യുന്നതന്റെ മറവില്, സർവശക്തൻ പോകുമ്പോൾ ഉണ്ടാകുന്ന നിഴലില് ഒന്ന് പാർക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു, അത്യുന്നതന്റെ മറവില് സർവശക്തന്റെ നിഴങ്കിടി പാർക്കുകയും ചെയ്യുക. അതായിരുന്നു ഏറ്റവും വലുത്. പക്ഷെ ഇന്ന് അത്യുന്നതൻ ഉള്ളി വസിക്കുക. ഹലോ, ഇന്ന് അത്യുന്നതൻ ഉള്ളി വസിക്കുക. ഉള്ളിൽ അത്യുന്നതൻ വസിക്കുമ്പോ
ഉള്ളി വസിക്കുന്ന അത്യുന്നതനോട് പറയാം, പുറത്തോട്ടിറങ്ങ്, അതുവഴി നടക്കുക, എനിക്ക് ഇച്ചിരി നിഴല് തന്നാൽ മതി, എനിക്ക് ഇച്ചിരി നിഴല് തന്നാൽ മതി, ഞാൻ ആ നിഴലിന്റെ ചോട്ടിൽ നിന്നോളാം, നിഴലിൻ കീഴിൽ പാർത്താൽ മതി. എനിക്ക് നിഴലിൻ കീഴിലല്ല, അത്യുന്നതൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്, സർവശക്തൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ്. അപ്പം അന്നത്തെ അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയാനൊക്കത്തില്ല. ഈ വെളിപ്പാടിൻ്റെ വളർച്ച, റെവലേഷൻ്റെ പ്രോഗ്രസ്, സങ്കീർത്തന പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ലംഘനം മറച്ചും പാപം ക്ഷമിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അവരാ ഭാഗ്യവർണ്ണനയെ കുറിച്ച് വിവരിച്ചു, പക്ഷെ അവർക്കാർക്കും ഈ ഭാഗ്യം കിട്ടിയില്ല. എന്താ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്ന ആ ഭാഗ്യം കിട്ടിയില്ല. കാരണം ആ ഭാഗ്യം എവിടെയാ? യേശുക്രിസ്തുവില. അവര് പറഞ്ഞു ഭാഗ്യവാനാ അങ്ങനെയുള്ളവര്. ഇന്ന് ഈ ഭാഗ്യം കിട്ടിയവർ പറയാണ്, ലംഘനം മറച്ചു കിട്ടിയായിരുന്നെങ്കിൽ, പാപം ക്ഷമിച്ച് കിട്ടിയായിരുന്നെങ്കിൽ, അങ്ങനെ കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. നിങ്ങളത് ലഭിച്ചവരാണ്. അപ്പൊ ഈ പഴയ നിയമത്തിന്റെ അമിത ഉപയോഗം കൊണ്ട് സഭകളിൽ സംഭവിക്കുന്ന ഏറ്റവും തീവ്രമായ ഒരു പ്രശ്നം ഇതാണ്. യേശുക്രിസ്തുവിലൂടെ എന്ത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന അവസ്ഥയിൽ നിന്ന് ജനം താഴേക്ക് വീഴും. താഴേക്ക് വീണിട്ട് എന്തായിരുന്നോ പണ്ട്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നോ ആ അവസ്ഥയിലേക്ക് മാറും. കാരണം പഴയ നിയമത്തിൽ ഒരാൾ പോലും ദൈവത്തെ അപ്പാന്ന് വിളിച്ചിട്ടില്ല. ആദം ദൈവത്തിന്റെ മകനെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിട്ടാൽ ഒരാൾ പോലും ദൈവത്തെ അപ്പാന്ന് വിളിച്ചിട്ടില്ല. അപ്പൻ മകൻ ബന്ധം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായതെല്ലാം ദാസൻ യജമാനൻ ബന്ധമാണ്. മാസ്റ്റർ സ്ലേവ് അല്ലേ? ബോണ്ടേജ് ഉണ്ട്, അടിമത്തത്തിൽ കിടക്കുന്ന ദാസൻ, സ്ലേവറി കിടക്കുന്ന ദാസൻ, ഞാൻ യജമാനൻ. ഓക്കെ, യജമാന്റെ മുമ്പിൽ ദാസൻ വരുന്നു. പ്രെയർ അങ്ങനെ, റിലേഷൻഷിപ്പ് അങ്ങനെ, ജീവിത ശൈലി അങ്ങനെ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ദിവസം പോലും യജമാനന്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ ദാസന് അനുവാദമില്ല. തലകുനിച്ച് നിൽക്കണം, ചിരിച്ചാൽ ചാട്ടക്കടി കിട്ടും. അപ്പം ദാസൻ ഭവ്യതയോടെ ആ കയ്യിലോട്ടേ നോക്കുള്ളൂ, മുഖത്ത് നോക്കുകയല്ല. അതാ ആ പ്രാർത്ഥന അങ്ങനെയാണ്. ദാസന്റെ കണ്ണ് യജമാന്റെ കയ്യിലേക്കാ, മുഖത്ത് നോക്കുകയല്ല. കയ്യിൽ നിന്ന് എന്നേലും ഇട്ട് കിട്ടിയാൽ അതും കൊണ്ട് പോകും. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരല്ല നിങ്ങൾ ദൈവത്തിന്റെ ഭവനക്കാരാണ്, ദൈവത്തിന്റെ വീട്ടുകാരാ. നിങ്ങൾ ഇട്ട് തരുന്നത് പെറുക്കിക്കൊണ്ട് പോകേണ്ടവരല്ല, ഇട്ട് കൊടുക്കേണ്ടവരാ നിങ്ങൾ. കരമടിച്ച് ഒന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പം ഇതിന്റെ ഈ അപ്രായോഗികതയാണ്. അതല്ല ഇത്. നിഴലിൽ അങ്ങനെയാ. നിഴലെന്നുള്ളത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, ഞാൻ ഉപയോഗിക്കുന്നത്, അതിന് യാതൊരു വചനാടിസ്ഥാനവും ഇല്ല. നിഴലിൽ അങ്ങനെയാണെങ്കിൽ പൊരുളിൽ ഇങ്ങനെയാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ഇവിടെ അണ ഉപയോഗിച്ചിരുന്നു. അണ കേട്ടിട്ടില്ലേ? അണ പൈസ, അണ, ചക്രം, അണവും ചക്രവും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതിന്റെ അർത്ഥം ഇന്ന് അണയും ചക്രവും കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഹോട്ടലിൽ കഴിക്കാൻ പോയി, 10 അണ എടുത്തു കൊടുത്തു. കമോൺ, മനസ്സിലാൻ വേണ്ടി ഞാൻ പറയുക. ഇന്ന് 1000 രൂപയുടെ ബില്ല് വന്നു, 25 അണ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. അത് അന്ന് റെലവൻ്റ് ആയിരുന്നു. ഇന്ന് അത് റെലവൻ്റ് ആണ്. എന്തിനാ? ഇൻഫോർമേഷന്. അതാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചിന്ത. ഇൻഫോർമേഷന്. ഇപ്പം ലോകത്തിന്റെ ഉൽപ്പത്തി, ഇതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ അറിയണം. ഉദാഹരണം പറയാം, ലോകത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് അറിയണം. എങ്ങനെയാ സൂര്യനെ ഉണ്ടാക്കി? ഭൂമിയുടെ നേരത്തെ അവസ്ഥ എന്തായിരുന്നു? ഇതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പരാമർശമുണ്ട്. സകലവും അവൻ മുഖാന്തരം ഉണ്ടായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവൻ സകല സൃഷ്ടിക്കും മുമ്പേ ഉള്ളവൻ. എന്നാലും ഈ വിഷയത്തിൽ ആധികാരികതയിൽ ഒരാൾക്ക് അറിയണമെങ്കിൽ എവിടെ പോകണം? പഴയ നിയമത്തിൽ പോകണം. പഴയ നിയമം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഉൽപ്പത്തി പോയി. ആ 1-ാം ദിവസം ദൈവം എന്തിനാ സൃഷ്ടിച്ചേ? 2-ാം ദിവസം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേ എങ്ങനാ? ഇപ്പം ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടോണമെന്ന്. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണിനകത്തൊരു പെണ്ണിനെ അന്നേ ദൈവം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയാ ദൈവം പുറത്തെടുത്ത് ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇത് എൻ്റെ സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ മാനവജാതിയുടെ സൃഷ്ടിപ്പിന്റെ കാര്യത്തിൽ ഇൻഫോർമേഷൻ എനിക്ക് കിട്ടണമെങ്കിൽ അവിടെ പോയേ പറ്റുള്ളൂ. പക്ഷേ അതല്ല ഇന്നത്തെ എൻ്റെ അവസ്ഥ. അപ്പൊ 2 ആശയത്തിലേക്ക് നമുക്കിപ്പോൾ വരാം. ഒന്ന് ഇൻഫോർമേഷൻ, ഒന്ന് റെവലേഷൻ. പഴയ നിയമത്തിൽ എനിക്ക് ഇൻഫോർമേഷൻ തരാൻ പറ്റും.
പഴയ നിയമത്തിന് എനിക്ക് ഇൻഫർമേഷൻ തരാൻ പറ്റും. ഇപ്പം ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിയെക്കുറിച്ച് ഒരാൾ പഠിക്കാൻ തീരുമാനിച്ചു. ആ പഠിതാവിന് ഇസ്രായേലിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇസ്രായേലിൻ്റെ ഒറിജിൻ, അതിന് ഡെവലപ്മെൻറ്റ്, ദെൻ ആൻഡ് നൗ, അന്ന് ഇന്ന് ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഹിസ്റ്റോറിക്കായ ഒരു അറിവ് കിട്ടണോ? ഗോ ടു ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പഠിക്കുക, അത് റീഡ് ചെയ്യുക, അത് വായിക്കും, മനസ്സിലാവും. പക്ഷേ ഇസ്രായേലിൻ്റെ ഒറിജിനും കൊണ്ട് ഇസ്രായേൽ ഉണ്ടായോണ്ടോ, ഇപ്പോൾ അബ്രഹാം എന്ന് പറയുന്ന ഒരു അപ്പച്ചൻ ഉണ്ടായിരുന്നുകൊണ്ടോ, അല്ലെങ്കിൽ തേരഹ് എന്ന് പറയുന്ന ഒരു വല്യപ്പൻ ഉണ്ടായിരുന്നുകൊണ്ടോ, ദാവീദ് 1-2 മല്ലന്മാരെ വീഴ്ചകൊണ്ടോ നിങ്ങൾക്കോ എനിക്കോ ഒരു ഗുണമില്ല. കേട്ടവർക്കായി സ്തോത്രം. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, ഇപ്പം ഈ പറഞ്ഞ വിഷയത്തിനകത്ത് വരുന്ന ഒരു പ്രധാന ചിന്തയാണ്, എന്തുകൊണ്ട് പുതിയ നിയമം ഇന്ന് വേണം, പഴയ നിയമവും കൂടെ ആയിക്കൂടെ എന്നുള്ളതിനകത്ത് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ്. യേശു പറഞ്ഞല്ലോ, യേശു തന്നെ പറഞ്ഞല്ലോ, പ്രവാചകന്മാരും പുസ്തക തിരുവെഴുത്ത് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, നിങ്ങൾ തിരുവെഴുത്തും ദൈവശക്തി അറിയാതെ കൊണ്ടാണ് തെറ്റിപ്പോന്നേ. അപ്പൊ പഴയ നിയമത്തിൽ മുഴുവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ യേശുവിനെ അവിടുന്ന് പൊക്കിയെടുക്കുന്നതിന് എന്താ തെറ്റ്? പഴയ നിയമത്തിൽ മുഴുവൻ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ യേശുവിനെ അവിടുന്ന്, അതിന് തിയോളജിൻസിൻ്റെ ഇടയിൽ പറയുന്ന ഒരു വാക്ക് പോർട്രേറ്റ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. ഈ മശിഹൈക നിഴലുകൾ, മശിഹയുടെ നിഴലുകൾ, പഴയ നിയമത്തിലുള്ള മശിഹയുടെ നിഴലുകൾ, അത് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഗ്രേസിലായിരിക്കുന്നവർ പോലും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം പഴയ നിയമത്തിൽ യേശുവിനോട് സാമ്യനായ, അല്ലെങ്കിൽ യേശുവിനെ പോലെ, യേശുവിനോട് ഉപമിക്കാൻ കഴിയുന്ന കുറേ പേരുണ്ട്. പക്ഷെ ഇവരൊന്നും യഥാർത്ഥത്തിൽ യേശു അല്ല. ഇപ്പം ഈ വ്യാഖ്യാനങ്ങളുടെ ഇടയിൽ, വ്യാഖ്യാന ശാസ്ത്രത്തിനിടയിൽ, ഹെർമനോട്ടിക്സിൽ, അല്ലെങ്കിൽ ഈ വ്യാഖ്യാന ശാസ്ത്രത്തിൽ ഒരു പ്രധാന ശാഖയിലുള്ളൊരു വ്യാഖ്യാന രീതിയാണ് ഉപമാലങ്കാര വ്യാഖ്യാനം എന്ന് പറയും, അലിഗോറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒന്നിനോട് സാദൃശ്യം ചൊല്ലി ഉപമിക്കുകയാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, മുന്തിരിവള്ളി കൊമ്പ്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. മുന്തിരിവള്ളി കൊമ്പ്, പിതാവ് തോട്ടക്കാരൻ, പിതാവിൻ്റെ തോട്ടത്തിൽ നടപ്പെട്ട മുന്തിരിവള്ളിയാണ് യേശുക്രിസ്തു. ഓക്കെ, ആ യേശുക്രിസ്തു ആകുന്ന മുന്തിരിവള്ളിയിലെ കൊമ്പുകളാണ് നിങ്ങൾ. ഇത് യേശു നടത്തിയ ഒരു ഉപമാലങ്കാര പ്രയോഗമാണ്. എന്തിനാ യേശു നടത്തിയേ? കേൾവിക്കാർക്ക് എല്ലാവർക്കും മുന്തിരിവള്ളിയും തോട്ടക്കാരനെയും അവരുടെ ഇടയിൽ കോമണാ, മുന്തിരിയും മുന്തിരിവള്ളിയും ഇതെല്ലാം അവരുടെ ഇടയിൽ കോമണാ. അതുകൊണ്ട് യേശുവിന് ആ കേൾവിക്കാരെ കൺവിൻസ് ചെയ്യാൻ ആ ഉപമ ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ മറുഭാഗത്തു നിന്നുകൊണ്ട് നമ്മളൊരു ആധികാരികതയിൽ ഒരു ചോദ്യം ചോദിക്കുക, ആ തോട്ടം ഏതാ? ആ തോട്ടത്തിന്റെ മതിലെവിടാ? അക്ഷരാർത്ഥത്തിൽ മുന്തിരിവള്ളിയാണോ യേശു? യേശു മുന്തിരിവള്ളിയാണോ? മുന്തിരിവള്ളിയിലുണ്ടായ കൊമ്പാണോ ഞാൻ? ഞാൻ കൊമ്പാണോ? ഈ ഉപമാലങ്കാര വ്യാഖ്യാനത്തിന്റെ പ്രശ്നം, ഇപ്പം നമ്മുടെ സഹോദരങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദാവീദിന്റെ അരയിൽ കെട്ടിയ സഞ്ചി ദൈവസഭയായിരുന്നു. ഓക്കെ, സഞ്ചിക്കകത്ത് 5 കല്ലുണ്ടായിരുന്നു. അത് സഭയിലെ 5 വിധ ശുശ്രൂഷകരാണത്രേ: പ്രവാചകൻ, ഇടയൻ, സുവിശേഷകൻ, ഉപദേഷ്ടാവ്, അപ്പോസ്തലൻ. 5 വിധ ശുശ്രൂഷകരായിരുന്നു. ദാവീദ് സഞ്ചിയാകുന്ന സഭയിൽ നിന്ന് ഒരു കല്ലിനെ എടുത്ത് അയച്ചപ്പോൾ ബാക്കിയുള്ള കല്ലുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ വിഡ്ഢിത്തരമായി പറയുന്നത്. ദാവീദിന്റെ അരയെ കെട്ടിയ സഞ്ചി സഭയാന്ന് എവിടെ എഴുതിയിട്ടുള്ളേ? ആ കല്ല് വിശ്വാസിയാന്ന് എവിടെ എഴുതിയിട്ടുള്ളേ? അപ്പൊ മറുചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഉപമാലങ്കാര വ്യാഖ്യാനത്തിന്റെ തകരാറ് എന്നാന്ന് ചോദിച്ചാൽ വിശദീകരണം കൊടുക്കാൻ ഒക്കത്തില്ല. ഇപ്പൊ അഹരോന്റെ തകർത്ത വടി, സമാഗമന കൂടാരത്തിന്റെ കുറ്റി, അതിന്റെ കോല്, അതിന് തേച്ച പശ, അതിന്റെ കീല്, ഇതൊക്കെ എടുത്തിട്ട് ഇതാണ് ഇതാണ് എന്നൊക്കെ വിശദീകരിക്കാൻ കഴിയും. പക്ഷേ ആ വിശദീകരണത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പൊ കഴിയുന്നത്ര നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നാണെന്നറിയോ? അവിടെ പോയി നിഴല് പൊക്കിക്കൊണ്ട് വന്നത് യേശു ആന്ന് പറയുന്നതിനേക്കാൾ ഇവിടെ പൂർണ്ണനായ യേശു നിൽക്കുമ്പോൾ ഇതാ യേശു എന്ന് പറയുന്ന, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇപ്പം അഹരോന്റെ തളർത്ത പടി, അത് നിന്ന സ്ഥലം, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലെ ദൈവം സൃഷ്ടിച്ച സമാഗമന കൂടാരം, അപ്പൊ തന്നെ അതിന്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും. പുതുതായിട്ടൊക്കെ വരുന്നവർക്ക് വേണ്ടി പറയാം. സമമായിട്ട് ആഗമിക്കുക 2 പേർ,
ദൈവവും മനുഷ്യനും സമ ആഗമന കൂടാരം. ഒരു കൂടാരത്തിൽ ദൈവവും മനുഷ്യനും സമമായി ആഗമിക്കുന്നു, ഒരുമിച്ച് വരുന്നു. അതിനെ സമാഗമന കൂടാരം എന്ന് പേർ വിളിച്ചു. ഇങ്ങനെ സമാഗമന കൂടാരത്തിൽ അതിനകത്തുള്ള ഓരോ ഉപകരണങ്ങൾക്കും ദൈവം ഒത്തിരി ആശയങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ ഈ ആശയങ്ങള് പിന്നത്തേതിൽ സാധാരണക്കാരൻ ഇവിടെ ഇരുന്ന് വ്യാഖ്യാനിക്കുമ്പോൾ അതിന്റെ കാഴ്ചയപ്പോൾ യേശുവായിരുന്നു. കാഴ്ചയപ്പോൾ യേശു, മനസ്സിലായോ? ഈ ഉപമാലങ്കാര വ്യാഖ്യാനത്തിലൂടെ ആവശ്യമില്ലാത്ത കുരുക്കിലേക്ക് പോയി ചാടപ്പെടുകയാണ്. ഇപ്പം നാളുകളായിട്ട് വ്യാഖ്യാനിക്കുന്ന രീതിയിൽ എലയാസർ പരിശുദ്ധാത്മാവാണ്. എലയാസർ പരിശുദ്ധാത്മാവാണോ? അബ്രഹാം പിതാവ് ദൈവത്തിന് തുല്യനാണ്. അബ്രഹാം പിതാവ് ദൈവത്തിന് തുല്യനാണോ? മറുചോദ്യം ചോദിക്കുമ്പം അതിനകത്ത് ഉത്തരമില്ല. കാരണം അത് ഉപമാലങ്കാര വ്യാഖ്യാനത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തെ പുതിയ നിയമത്തോട് കണക്ട് ചെയ്യുന്നതിനേക്കാൾ ആധികാരികതയാണ് പുതിയ നിയമത്തിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വ്യക്തമാക്കി വ്യക്തികൾക്ക് കൊടുക്കുന്നത്. അപ്പം അവിടുത്തെ ഉദ്ധരണികളെടുത്ത് ഇവിടെ വ്യാഖ്യാനിക്കുമ്പോഴും ഇത് രണ്ടും രണ്ട് ആംഗിളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. യേശുവിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ് പഴയ നിയമം മുഴുവൻ ഒരുക്കപ്പെട്ടത്. പഴയ നിയമം മുഴുവൻ ഒരുക്കപ്പെട്ടത് ആ യേശുവിൽ നിവൃത്തിയാകുന്ന നിയമമാണ് പഴയ നിയമം മുഴുവൻ സാക്ഷ്യം വഹിച്ചത്. നിവൃത്തിയായതോടെ യേശുവിൽ ഒന്ന് പുതിയത് ആരംഭിച്ചു കഴിഞ്ഞു. അത് ആരംഭിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും യേശു പറയത്തില്ലായിരുന്നു ഇതെന്റെ രക്തത്തിന് പുതിയ നിയമം. എന്തിനാ അത് പറയുന്നത്? ഓൾറെഡി ഇവിടെ ഒരെണ്ണം ഉണ്ടല്ലോ, അതൊന്ന് പൊടി തട്ടി എടുത്താൽ മതി. ഓക്കെ, അതിനെ നിങ്ങളങ്ങ് എടുത്തോ. അത് പോരാ, അതല്ല ഇത്, ഇതല്ല അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് പൂർത്തിയാകാനിരുന്നതാ, ഇത് പൂർത്തിയായതാ. എത്ര പേർക്ക് അത് മനസ്സിലാവുന്നു? അത് പൂർത്തിയാകാനിരുന്നതാ, ഇത് പൂർത്തിയായതാ. ഇതെന്റെ രക്തത്തിന് പുതിയ നിയമം എന്ന് പറഞ്ഞ് യേശു ആരംഭിക്കുന്ന പുതിയ ഉടമ്പടി, അത് വാസ്തവത്തിൽ അത് അവിടെ തന്നെ കംപ്ലീറ്റ് ആയതാണ്. എനിക്ക് തോന്നുന്നു ബോം ബ്രദർ ചോദിച്ച ആ ചോദ്യത്തിന് ഏകദേശം ഒരു മറുപടി എത്തിയോ? അതോ? തീർച്ചയായും പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് യേശു എന്റെ വരവോടുകൂടി പഴയ നിയമം. മാത്യു 5 അത് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കുവാൻ ഞാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്. യേശുവിന്റെ പ്രസംഗം കേട്ടപ്പോൾ അങ്ങനെ തോന്നിയ ആൾക്കാർക്ക്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ മത്തായി 5 വിശദീകരണം കേട്ടപ്പോൾ അങ്ങനെ തോന്നി. ഇത് നീതിക്ക് വിശന്ന് ദാഹിച്ചാൽ നീതി കിട്ടും, അവർക്ക് നീതി ലഭിക്കും എന്ന യേശുവിന്റെ പ്രസംഗം ന്യായപ്രമാണത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാ. കാരണം ന്യായപ്രമാണം പറയുന്നത് ചെയ്യുന്നവന് നീതി കിട്ടുമെന്ന്. യേശു വന്ന് പഠിപ്പിച്ചത് നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് നീതി ലഭിക്കുമെന്ന്. വ്യത്യാസം മനസ്സിലായി? ഒന്ന് പറഞ്ഞേ. അത് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രവർത്തിച്ച് കിട്ടും എന്നുള്ള ധാരണയിലായിരുന്നു അന്നത്തെ യഹൂദന്മാരുടെ ആ കാലം. കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞ ന്യായപ്രമാണം പറയുന്നത് ഇത് ചെയ്യുന്ന മനുഷ്യൻ ഇതിനാൽ ജീവിക്കുമെന്നാണ്. ചെയ്ത മനുഷ്യൻ ഇതിനാൽ ജീവിക്കുമെന്നാണ്. അപ്പൊ ചെയ്ത മനുഷ്യൻ ജീവിക്കുമെന്ന് ന്യായപ്രമാണം പറഞ്ഞിരിക്കുമ്പോഴാണ് യേശു പറഞ്ഞേ നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ചെയ്യാൻ ന്യായപ്രമാണം പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു ചെയ്യുവല്ല വേണ്ടേ, ആഗ്രഹിച്ചാൽ മതി, ഇത് നിങ്ങൾക്ക് കിട്ടും. കേൾവിക്കാർക്ക് തോന്നി ഇത് രണ്ടും രണ്ട് ഉപദേശമാണല്ലോ, രണ്ട് ഉപദേശമാണല്ലോ. ഉടനെ യേശു തിരുത്തുകയാണ്, അയ്യോ അല്ല, ഇത് രണ്ടും രണ്ട് ഉപദേശമല്ല. ഞാൻ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, അതല്ല ഇത്. അപ്പൊ യേശു വാസ്തവത്തിൽ പഴയ നിയമത്തെ ഇല്ലാതാക്കുകയും പുതിയ നിയമത്തെ സ്ഥാപിക്കുകയല്ല ചെയ്തേ. പഴയ നിയമത്തിൽ എന്തെല്ലാം റിക്വയർമെന്റിൽ ലോ പറഞ്ഞോ, നിയമം പറഞ്ഞോ, അതിനെ മുഴുവൻ നിവർത്തിച്ചിട്ട് എന്നെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരുവായത്. മനസ്സിലാകുന്നല്ലോ? എനിക്ക് തോന്നുന്നു ക്ലിയർ ആകുന്നു ബോം ബ്രദറിന്റെ. ഇപ്പോൾ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഇത് ബ്രദർ വളരെ എല്ലാവർക്കും മനസ്സിലാക്ക രീതിയിൽ വിശദീകരിച്ചു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു പഴയ നിയമം ഇനി നമുക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ എന്നെപ്പോലെ തന്നെ കേൾവിക്കാരായിട്ടുള്ള അവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അവിടെ ഞാൻ ആവർത്തിച്ച ആദ്യത്തെ പദം പിന്നെയും വിശദീകരിക്കുകയാണ്. ആവശ്യമില്ല എന്നുള്ളതല്ല അവിടുത്തെ ആശയം. ഞാൻ ഉദ്ദേശിച്ചത് അറിവിലേക്ക് ഹിസ്റ്റോറിക്കലായിട്ട് ഇൻഫർമേഷൻ തരാൻ അതിന് കഴിയും. എനിക്കൊരു ഇൻഫർമേഷൻ വേണം, അതിനെ എനിക്ക് അവിടെ പോയാൽ എനിക്ക് അവിടെ നിന്ന് ഇൻഫർമേഷൻ തരും. പക്ഷേ എല്ലാ തിരുവഴുത്തും ദൈവനിശ്വാസിയുമാണ്. അപ്പൊ ആവശ്യമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാ. ആവശ്യമില്ലാഴികയല്ല, അതല്ല ഇന്ന് എൻ്റെ പ്രാധാന്യം എന്ന
പുതിയ നിയമസഭയുടെ പ്രാധാന്യം പഴയ നിയമത്തിനല്ല, പുതിയ നിയമത്തിനാണ് എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. ക്ലിയർ? ക്ലിയർ. ജോൺസൺ സാറേ. ഇല്ല ഇല്ല, ഓണായില്ലേ? ഓക്കെ. സാഹിദ് ബ്രദർ പറഞ്ഞ നീക്കുവാനല്ല നിവർത്തിപ്പാനല്ല അത്രേ ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് പുതിയ നിയമത്തിന് പഴയ നിയമത്തിനോടുള്ള ഒരു റിലവൻസ് ഇല്ലേ? അടിസ്ഥാനമായിട്ട് ബേസിക്. അപ്പോൾ ഇത് തമ്മിൽ കണക്റ്റഡ് അല്ലേ? പഴയ നിയമവും പുതിയ നിയമവും ഒരിക്കലും ഒന്നും തമ്മിൽ കണക്റ്റഡ് ആകാതിരിക്കത്തില്ലല്ലോ. കാരണം എല്ലാ തിരുവഴുത്തും ദൈവനിശ്വാസിയുമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധിതമായിരിക്കുമല്ലോ. അതെ, നിശ്ചയമായിട്ടും കണക്റ്റഡ് ആണെങ്കിൽ പരസ്പര ബന്ധിത. ഇനി ബേസ് അതായിരിക്കും ചിലപ്പോൾ സാറ് ചോദിക്കാൻ. അതെ, ബേസ്. നമ്മുടെ ബേസ് പഴയ നിയമത്തിലല്ലേന്നോ? അതെ, നമ്മുടെ ബേസ് പഴയ നിയമത്തിലാണോ? അടിസ്ഥാനപരമായിട്ട് പലതും പ്രവാചകന്മാരും പറഞ്ഞിട്ടുണ്ട്, വരുവാനുള്ളവൻ നീയോ. യെസ്, അവരെല്ലാം ചൂണ്ടിക്കാണിച്ചവനാണ് നമ്മുടെ ബേസ്. അതെ അല്ലേ? അവര് ചൂണ്ടിക്കാണിച്ചത് അവർ നിന്ന പശ്ചാത്തലമല്ല. അവര് ഏറിയ പ്രവാചകന്മാർ ഈ രക്ഷയെക്കുറിച്ച് ആരാഞ്ഞു നോക്കി, തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ. നോക്കിയേ, നിങ്ങൾക്ക് വേണ്ടി അവർ ആരാഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് വേണ്ടിയതാ ഇവിടെ യേശുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പുതിയ നിയമവിശ്വാസിയുടെ ബേസ് ഒരിക്കലും പഴയ നിയമമല്ല. പുതിയ നിയമവിശ്വാസിയുടെ ബേസ് പുതിയ നിയമം തന്നെയാണ്. കാരണം അവിടെയാണ് അവന്റെ രക്ഷ. എന്റെ ബേസ് എന്ന് പറയുന്നത് എന്റെ രക്ഷയല്ലേ? തീർച്ചയായും. എന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്റെ രക്ഷ, എന്റെ നീതി അല്ലേ? എന്റെ രക്ഷ, എന്റെ നീതി, എനിക്ക് കിട്ടിയ ദൈവനീതി, പിന്നെ എന്റെ സ്വർഗപ്രവേശനം, ഇതൊക്കെയല്ലേ എന്റെ ഏറ്റവും പ്രധാനം. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് മുഴുവൻ നടന്ന പുതിയ നിയമത്തിലാ അല്ലേ? തീർച്ചയായും. നിശ്ചയമായിട്ടും നടന്നത് പുതിയ നിയമത്തിൽ തന്നെയാണ്. കാരണം പഴയ നിയമത്തിൽ ആരെന്ത് ചെയ്തുകൊണ്ടോ, ഇപ്പൊ ഞാൻ പറയാം, ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് യാത്ര ചെയ്തു. അതും ജോൺസൺ സാറുമായിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലുമില്ല. മാറയിൽ വെള്ളം മധുരമായി. എനിക്ക് നിങ്ങൾക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്റെ രക്ഷ മാറയിൽ വെള്ളം മധുരമായപ്പോ കിട്ടിയതല്ല, ക്രിസ്തു വന്നപ്പോൾ. അപ്പൊ എന്റെ ബേസ് കംപ്ലീറ്റ് കിടക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. അത് മുഴുവൻ ആരംഭിക്കുന്ന പുതിയ നിയമത്തിലാണ്. എന്നാൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ട കാര്യം എഴുതിയിരിക്കുന്ന എവിടാ? പഴയ നിയമത്തിലാണ്. അപ്പോ ആ ഇൻഫോർമേഷന് വേണ്ടി ഞാൻ പിന്നെ ആ പദം ആവർത്തിക്കും. ആ ഇൻഫോർമേഷന് വേണ്ടി ഞാൻ അവിടേക്ക് പോകുന്നതിലല്ല തെറ്റ്. ഇതിൽ ഏറ്റവും ഇപ്പൊ നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയത്തിൽ ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ളത് ഇപ്പൊ പറയുന്ന എല്ലാ ആശയമാണെങ്കിൽ നമ്മളതിൻ്റെ വചന പശ്ചാത്തലത്തിലേക്ക് ഒന്ന് ഇറങ്ങാം. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഒരു വാക്യം ദയവായിട്ട് എൻ്റെ കൂടെ ഒന്ന് എടുത്താട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുത്താട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. എല്ലാവരും ഒന്ന് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഏതാനും മിനിറ്റുകൾക്കകത്ത് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയും. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചായിട്ട് പെട്ടെന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം ദയവായിട്ട് എടുത്താട്ടെ. പഴയ നിയമ ശുശ്രൂഷ എന്ത്, പുതിയ നിയമ ശുശ്രൂഷ എന്ത്, പഴയ നിയമം എന്ത്, പുതിയ നിയമം എന്ത്, ഇത് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ദയവായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം എടുക്കണം. അവിടെ കുറേ വാക്യങ്ങൾ വായിച്ചാൽ കൊള്ളാമെന്ന് ആശയമുണ്ട്. 6-ാം വാക്യം നോക്കിയാട്ടെ. 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. ശ്രദ്ധിച്ചു കേട്ടെ. യേശു ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു. ഇങ്ങോട്ട് നോക്കിയേ. അക്ഷരത്തിന്റെ ശുശ്രൂഷ ഒന്ന് പറഞ്ഞേ. അക്ഷരത്തിന്റെ ശുശ്രൂഷ, ആത്മാവിന്റെ ശുശ്രൂഷ. പഴയ നിയമ ശുശ്രൂഷ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷയെന്നും പുതിയ നിയമ ശുശ്രൂഷ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആത്മാവിന്റെ ശുശ്രൂഷയുമാണെന്നാണ്. അക്ഷരത്തിന്റെ ശുശ്രൂഷ എന്ത് ചെയ്യുന്നു? ലെറ്റർ കിൽസ്, അക്ഷരം കൊല്ലുന്നു. ആത്മാവിന്റെ ശുശ്രൂഷയോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത്. മൂന്നാമത്തത് പഴയ നിയമ ശുശ്രൂഷ നീക്കം വരുന്നതായിരുന്നു, പുതിയ നിയമ ശുശ്രൂഷ നിലനിൽക്കുന്നതായിരുന്നു. 4-ാമത്തത് പഴയ നിയമ ശുശ്രൂഷ മങ്ങുന്നതായിരുന്നു, പുതിയ നിയമ ശുശ്രൂഷ
തേജസ്സിന്മേൽ തേജസ് വരുന്നതായിരുന്നു. വായിച്ചു. തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? തേജസ് അധികം തേജസ്. പെട്ടെന്ന് എഴുതിക്കോണം, സമയമില്ല. തേജസ് അധികം തേജസ്. പഴയ നിയമ ശുശ്രൂഷയ്ക്ക് തേജസ് ഉണ്ടെങ്കിൽ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് അധികം തേജസ് ഉണ്ട്. പിന്നെ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, പഴയ നിയമ ശുശ്രൂഷ ശിക്ഷാവിധിയുടെ ശുശ്രൂഷയാണ്. പുതിയ നിയമ ശുശ്രൂഷ നീതിയുടെ ശുശ്രൂഷയാണ്. നീതിയുടെ ശുശ്രൂഷ തേജസ്സായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം. പുതിയ നിയമ ശുശ്രൂഷ അതിമഹത്തായ തേജസ്സിന്റെ ശുശ്രൂഷ. പിന്നെ തേജസ് നിമിത്തം ഒട്ടും തേജസ് ഇല്ലാത്തതായി നീക്കം വരുന്നത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ. നീക്കം വരുന്നത് പഴയ നിയമ ശുശ്രൂഷ നീക്കം വരുന്നതായിരുന്നു. നീക്കം വരുന്നതിന് തേജസ് ഉണ്ടായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് എത്രയധികം പുതിയ നിയമ ശുശ്രൂഷ നിലനിൽക്കുന്നതാണ്. നിലനിൽക്കുന്നതിന് എത്രയധികം തേജസ് ഉണ്ടായിരിക്കും. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങിപ്പോയതിന്റെ ശ്രദ്ധിച്ചു കേട്ടെ. നീങ്ങിപ്പോകുന്നതിന്റെ അവസാനം അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. അടുത്ത പദം ശ്രദ്ധിച്ചു കേക്ക്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം. സ്നേഹിതരെ, ആ വാക്യം ദയവായിട്ടും ശ്രദ്ധിച്ചാട്ടെ. എത്ര വാക്യം മോളെ? അത് 14-ാം വാക്യം. 2 കൊരിന്ത്യർ 14-ാമത്തെ വാക്യം. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ശ്രദ്ധിച്ചു നോക്കൂ, മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. എന്താ ഇവിടുത്തെ ഈ മൂടുപടം? ഒന്ന് ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് നോക്കിക്കേ, ഞാനൊന്ന് പറയാം. മോശ മലയിലായിരുന്നേ. നോക്ക്, മോശ മലയിലായിരുന്നേ. മലയിൽ നിന്ന് മോശ താഴേക്ക് ഇറങ്ങിയപ്പോ മലയിൽ വെച്ച് മോശയുടെ മുഖം എല്ലാം കൂടെ തേജസ് ഉള്ളതായി മാറിയേ. പക്ഷെ താഴേക്ക് ഇറങ്ങിയപ്പോ ഒരു പ്രശ്നം, ഈ തേജസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. മങ്ങി പോവുക. ഉടനെ മോശയ്ക്ക് മനസ്സിലായി താഴെ ഇറങ്ങുമ്പോൾ ഒട്ടും ഉണ്ടാവുകയല്ല. ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, എന്ത് ചെയ്യാ തേജസ് എന്ന്. അപ്പൊ ഈ ആദ്യം കിട്ടിയത് കാണിക്കാതിരിക്കുകയാണെങ്കിൽ രണ്ടാമത് ഈ മങ്ങുന്നത് ആരും അറിയത്തില്ലല്ലോ. ഇതിനു മുമ്പ് കണ്ടപ്പോൾ ജോൺസൺ സാറ് ഇതുപോലെ തന്നെയായിരുന്നതെങ്കിൽ രണ്ടാമത് കാണുമ്പോൾ എന്നാ പറ്റിയെന്ന് ചോദിക്കുമോ? ഇല്ല. അതേസമയം ഇപ്പൊ കണ്ടപ്പോൾ വണ്ണിച്ചു വരുന്നു, രണ്ടാമത് കണ്ടപ്പോൾ ക്ഷീണിച്ചു വരുന്ന ചോദിക്കത്തില്ലേ, അയ്യോ എന്നാ പറ്റി, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലല്ലോ ഇത്, എന്നാ അസുഖം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കത്തില്ലേ? ഇതുപോലെ തന്നെയായിരുന്നു അവിടെയും സംഭവിച്ചത്. മോശയ്ക്ക് മനസ്സിലായി കിട്ടിയ തേജസ് നീങ്ങിപ്പോകുന്നതാ. അവിടെ ഞാൻ വാക്യം അങ്ങനെ തന്നെ എഴുതി, നീങ്ങിപ്പോകുന്നതിന്റെ അന്തം അവസാനം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം. ശ്രദ്ധിച്ചു കേക്ക്, നീ ഇങ്ങോട്ട് നോക്കിക്കേ, ഞാനത് പറഞ്ഞോളാം. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. ആരുടെ? പഴയ നിയമത്തിലുള്ളവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. എന്നിട്ട് പറയാണ്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഈ മൂടുപടം, ഏത് മൂടുപടം? തേജസ്സിനെ മറച്ച മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നു. എങ്ങനെയാ അത് നീങ്ങിപ്പോകുന്നേ? അത് നീങ്ങിപ്പോകാൻ വേണ്ടി എന്നാ ചെയ്യണം? അടുത്ത വാക്കതാ, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. നോക്കിയേ, യേശുവിൽ മാത്രമേ അത് നീങ്ങിപ്പോകുകയുള്ളൂ. അപ്പൊ മൂടുപടം എവിടുന്ന് തുടങ്ങി എവിടെ തീരുന്നു എന്ന് നോക്കണം. ഭയങ്കരമായിട്ട് തേജസ് വന്നടിച്ചു മോശയുടെ മുഖത്ത്. മോശയുടെ തൊക്കും മുഖമെല്ലാം തേജസ് ഉള്ളതായി മാറി. ഈ തേജസ് നിലനിൽക്കുകയല്ലായിരുന്നു. കാരണം മേളിൽ നമ്മൾ വായിച്ചു, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ നീങ്ങിപ്പോകുന്നതെങ്കിൽ നിലനിൽക്കുന്നത് നീതിയുടെ ശുശ്രൂഷയാണ്. അപ്പൊ ഇതിനെ നിലനിർത്താൻ പറ്റാഞ്ഞുകൊണ്ട് മെല്ലെ മറച്ചു, ആരും കാണണ്ട. പക്ഷേ താഴേക്ക് ഇറങ്ങിയപ്പം തേജസ് നഷ്ടപ്പെട്ടു. നീങ്ങിപ്പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെ അല്ല, എന്നാൽ അവർ മനസ്സ് കഠിനപ്പെട്ടു പോയി. എന്നിട്ട് പറയാ, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം. അടിവരയിട്ട് ചിന്തിക്കേണ്ട ഒരു വാക്കാണേ. അപ്പൊ ഇന്ന് പഴയ നിയമ പാരായണത്തിലൂടെ അറിയാതെ സംഭവിക്കുന്ന ഒരു വലിയ അപകടമായത്, മോശ തേജസ്സിനെ മറയ്ക്കാൻ അന്നിട്ട മൂടുപടം പഴയ നിയമം വായിക്കുമ്പോ ഇത് വന്ന് വീഴുക. ഈ മൂടുപടത്തിന്റെ കീഴിലുള്ള കാഴ്ചയാണ് പഴയ നിയമം. മൂടുപടം ഇട്ടാലും കാണാം, പക്ഷെ വ്യക്തമല്ല. ഉദാഹരണം ഞാൻ പറഞ്ഞാല്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കാണാം,
പക്ഷെ ഇവിടെ ഇരിക്കുന്ന ബ്രദറിന്റെ ഷർട്ടിന്റെ വെള്ള കോളറ് കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഹലോ, ദൈവത്തെ കണ്ടു, പക്ഷേ വ്യക്തതയോടെ കണ്ടില്ല. കാണാൻ പറ്റാഞ്ഞതിന്റെ കാര്യം മൂടുപടമാണ്. അപ്പം ഈ വെളിപ്പെടുത്തൽ മുഴുവൻ മറഞ്ഞുള്ള കാഴ്ചയായിരുന്നു, കംപ്ലീറ്റ് കിട്ടിയില്ല. അതാണല്ലോ എബ്രായർ 1:1 പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം അരുൾ ചെയ്തു. പ്രവാചകന്മാർക്ക് കിട്ടിയത് ഭാഗമായും വിവിധമായി ഇച്ചിരിച്ചിരിയെ കിട്ടിയേ. എന്നിട്ട് ഈ അന്ത്യകാലത്ത് വന്നപ്പം പുത്രൻ മുഖാന്തരം നമ്മോട് പൂർണ്ണമായി അരുൾ ചെയ്തു. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ ഉള്ളത്തിൽ പതിയട്ടെ. പഴയ നിയമം വായിക്കുമ്പോൾ ഇന്ന് ആ മൂടുപടം, ഏത് തേജസ്സിനെ മറച്ച ആ മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും ഇരിക്കുന്നുവല്ലോ. അപ്പൊ ആ മൂടുപടം വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിലേക്ക് തിരിയണം. വായിച്ചു, ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ആ മൂടുപടം നീങ്ങിപ്പോകുന്ന എവിടെ മാത്രമാണ്? ക്രിസ്തുവിൽ. ഇൻ ക്രൈസ്റ്റില, യേശു ക്രിസ്തുവില നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം, പഴയ നിയമം എന്ന് വായിച്ചിട്ട് പറഞ്ഞിട്ട് അതിനെ ഒന്ന് വിശദീകരിക്കുക. മോശയുടെ പുസ്തകം വായിക്കുമ്പോ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. പഴയ നിയമത്തിൽ ഈ കണ്ണിന്റെ ദൃഷ്ടിയായിരുന്നു, പക്ഷെ പുതിയ നിയമത്തിൽ ഹൃദയദൃഷ്ടിയാ. ഈ കണ്ണിന്റെ ദൃഷ്ടിക്ക് ഇൻഫോർമേഷൻ എന്ന് വിളിക്കാമെങ്കിൽ ഉൾക്കണ്ണിന്റെ ഉൾക്കാഴ്ചക്ക് റെവലേഷൻ എന്നാ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഉൾക്കാഴ്ചയെ പഴയ നിയമ പാരായണം വായിക്കുന്നതിലൂടെ മറയപ്പെടുക. അത് മാറണമെങ്കിൽ ക്രിസ്തുവിലേക്ക് തിരിയണം. ക്രിസ്തുവിലേക്ക് തിരിയണം. അതവിടെ വ്യക്തമായിട്ട് പറയുകയാണ്. വേറൊരു കോണ്ടെക്സ്റ്റ് കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലില്ല. ആർക്ക് വേണേലും അത് പഠിക്കാം. കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലെ വിഷയം പഴയ നിയമ ശുശ്രൂഷ, പുതിയ നിയമ ശുശ്രൂഷ. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം. എന്നിട്ട് താഴേക്ക് പറയാണ്, ഇന്ന് വരെ അത് നീങ്ങാതിരിക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോൾ, എന്നാൽ എപ്പോ ഒരു മനുഷ്യൻ ഇതെല്ലാം വിട്ട് കർത്താവിലേക്ക് തിരിയുന്നു, അപ്പോ നീങ്ങിപ്പോകും. മൂടുപടം നീങ്ങിപ്പോകുന്നു. അടുത്തത്, കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അടുത്തത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ചേർന്ന് പറയൂ ആ വാക്ക്, തേജസ്സിന്മേൽ പ്രാപിച്ച്. അവിടുത്തെ പ്രശ്നം എന്നായിരുന്നു? അവിടുത്തെ പ്രശ്നം എന്നായിരുന്നു? കിട്ടിയ തേജസ് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഗുണം എന്നാ? ഗ്ലോറി ടു ഗ്ലോറി, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്. അത് നടക്കുന്നത് പുതിയ നിയമ ശുശ്രൂഷയിൽ മാത്രമാണ്. ഇവിടെ പൗലോസ് വ്യക്തമായിട്ട് ഈ വാക്യത്തിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, 6-ാം വാക്യത്തിലാന്ന് തോന്നുന്നു, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. കൊരിന്തിൽ ചെന്നപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പൗലോസിനെ പോലെ പഴയ നിയമം പ്രസംഗിക്കാൻ അറിയാവുന്ന ആരാ ഉണ്ടായിരുന്നേ? പക്ഷെ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി, ഇതുകൊണ്ട് ഒരാത്മാവ് പോലും രക്ഷപ്പെടത്തില്ല. കൊരിന്തിൽ ചെന്നപ്പോ പൗലോസ് പറയുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഞാൻ പാർത്തു. ഗമാലിയലിന്റെ തൃപ്പാദത്തിൽ ഇരുന്ന് ന്യായപ്രമാണം പഠിച്ച ആളാ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീശന, അസാധാരണ അറിവാണ് പഴയ നിയമ വേദപുസ്തകങ്ങളിലെ വാക്യങ്ങളെ കുറിച്ച്. പക്ഷേ ക്രിസ്തുവിനെ കണ്ടപ്പോ തനിക്ക് മനസ്സിലായി, മങ്ങുന്ന തേജസ് അവിടെ നിൽക്കുന്നെങ്കിൽ തേജസ്സിന്മേൽ തേജസ്സാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു വാർണിംഗ് പോലെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ഇതാ വീഴുന്നേ, ഈ മൂടുപടം നീങ്ങാതെ ഇന്നുവരെയും ഇരിക്കുന്നുവല്ലോ. എന്നിട്ട് പറയാ, അത് മാറണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ, അതിനുവേണ്ടി ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. യു ഹാവ് ടു ടേൺ ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് തിരിയുക. ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ടിരിക്കുക. ഇപ്പം ഈ സംസാരിച്ചു വന്ന ആശയത്തിന്റെ ഏകദേശം ഒരു ക്രോഡീകരണം ഇവിടെ ലഭിക്കുന്നു എന്ന് തോന്നുന്നു, അല്ലേ? അത് വ്യക്തത ഇവിടെ വരികയാണ്. അപ്പൊ പഴയ നിയമത്തിലെ തേജസ് അതിന്ന് വായിക്കുമ്പോ ഈ മറയ്ക്കപ്പെട്ട തേജസ്സിലേക്ക് എന്നെ കൊണ്ടുപോകുന്നേ. എന്നാൽ ഇവിടെ യേശുവിന്റെ തേജസ് നിറഞ്ഞ യേശുവിനെ പോലെ എന്നെ ആക്കുന്ന
ഓ ഹല്ലേലൂയ. ആ ലേഖനം, ആ അധ്യായം അവസാനിക്കുന്ന ഇങ്ങനെയാ, അതേ പ്രതിമയായി. കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി യേശുവിനെ പോലെ രൂപാന്തരപ്പെടുന്നു. അതേ പ്രതിമയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ. അപ്പോ ഇങ്ങനെ ഒരു പാട്ട് നിങ്ങൾ ഞാനും കേട്ടിട്ടുണ്ടാവും. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിന്നു മണ്ണിൽ. ഇന്നലെ മിന്നിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരാകുമെന്നല്ല വചനം പറയുന്നേ. നോ. ഒരുപക്ഷെ നിങ്ങളത് കണ്ടേക്കാം, ഒരുപക്ഷെ നിങ്ങളത് കേട്ടേക്കാം, പക്ഷെ അതല്ല സത്യം. ഇന്നലെ മിന്നിയവർ അധികം തേജസ്സോടെ നാളെ മിന്നും. കാരണം ഇത് ഈ ശുശ്രൂഷയുടെ പ്രത്യേകതയാണ്. എന്നാൽ പഴയ നിയമ ശുശ്രൂഷ എങ്ങനെയാണെന്നറിയോ? മങ്ങുന്നതാണ്, നിലനിൽക്കുന്നതല്ല, കണ്ടിന്യൂറ്റി ഇല്ല, നീങ്ങിപ്പോകുന്നതാണ്, പ്രവൃത്തിയാ, വർക്ക് ബേസ്ഡാ. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വർക്കാൻ മറന്നുപോയാൽ എല്ലാം താഴെ വീണു. ഇത് യേശുവിന്റെ വർക്കിലുള്ള വിശ്വാസത്തിൽ തുടങ്ങുന്ന പുതിയ നിയമ ശുശ്രൂഷ. അപ്പൊ അവിടെ എൻ്റെ പ്രവൃത്തിയല്ല, ഞാൻ യേശുവിന്റെ പ്രവൃത്തിയിലുള്ള ആശ്രയമാണ്. പിന്നെ സാധാരണ ആൾക്കാർ ഇപ്പൊ ചോദിക്കാറുള്ള ഒരു ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ ദാവീദിന്റെ കാര്യം പറയുന്നില്ല? ദാവീദ് എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ല, ദാവീദ് ക്രൂശി ചുമന്നിട്ടില്ല, ഒരു തുള്ളിച്ചോര എനിക്ക് വേണ്ടി ദാവീദ് കൊടുത്തിട്ടില്ല, ദാവീദ് ഗോലിയാത്തിനെ വീഴ്ചിട്ട് എനിക്ക് 1 രൂപയുടെ ഗുണമുണ്ടായിട്ടില്ല. ദേവാലയത്തിൽ ഇരുന്ന് ദൈവസാന്നിധ്യം അനുഭവിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കിളിവാതിൽ തുറന്ന് കാണാത്ത കണ്ട് ചെയ്യേണ്ടാത്ത ചെയ്ത ദാവീദിനേക്കാൾ എത്രയോ ഉയർത്തപ്പെടേണ്ടിയത് എൻ്റെ കർത്താവ്. ആരെ പ്രസംഗിക്കുന്നോ അവരുടെ നേച്ചറാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 10,000 ഭാര്യമാരുള്ളവരെ പ്രസംഗിക്കാൻ നമുക്ക് വേണമെങ്കിൽ, പക്ഷെ ആ നേച്ചറാ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നത്. ക്രൈസ്റ്റിനെ പ്രസംഗിക്കുമ്പോൾ മാത്രമേ ക്രൈസ്റ്റിന്റെ നേച്ചർ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ഞാൻ ഉയർത്തപ്പെട്ടാൽ ഞാൻ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്നാണ് യേശു പറഞ്ഞേ. ഓ, നമ്മുടെ എല്ലാം കൂട്ടങ്ങളിൽ യേശു മാത്രമാകട്ടെ പ്രസംഗ വിഷയം. വേറെ ഒന്നും അറിയാത്തവരായിട്ടിരിക്കട്ടെ. എൻ്റെ ആ എനിക്ക് അതിനോടുള്ള നിലപാട് കുറച്ച് തീവ്രമാ പോകും ബ്രദറെ. കാരണം എനിക്കുണ്ടായ ദൈവത്തിൻ്റെ ഇടപെടലാണ് ആ തീവ്രതയ്ക്ക് കാരണം. എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായിരുന്നു ആ വിഷയത്തിൽ. അത് എന്നെ ആകമാനം മാറ്റിമറിച്ച് കഴിഞ്ഞു. ഞാൻ സെമിനാരിയിലെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ സെമിനാരി പഠിപ്പിക്കാനൊക്കെ തുടങ്ങുന്ന കാലത്ത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാം ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങളായിരുന്നു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ഈ കാര്യങ്ങളായിരുന്നു. നോഹയുടെ വെള്ളപ്പൊക്കം, നോഹയുടെ കാലത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കം, പേടകത്തിനകത്ത് കൊച്ചിനെ ഇട്ട കാര്യം, ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ എന്നാ പറയണ്ടേ, ഓ അത് നിങ്ങളാണ്, ആ ഉപമാലങ്കാരം അങ്ങനെ പറയുമ്പോൾ ഒരു ആവേശമൊക്കെ ഉണ്ടാക്കിക്കാൻ ഇത് കൊള്ളാം. പക്ഷെ ഒരു ദിവസം എനിക്ക് ആ സമയങ്ങളിൽ പുതിയ നിയമം വായിച്ചൊന്നും മനസ്സിലാകത്തില്ല. റോമാലേഖനമൊക്കെ ഞാൻ എടുത്തു നോക്കിയിട്ട് പറഞ്ഞിട്ട് എന്നതിന് എഴുതി വെച്ചിരിക്കുന്ന ഇത് എനിക്കങ്ങ് ഇത് മനസ്സിലാകുന്നു. എന്നതാ ഇത് എൻ്റെ അമ്മോ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ കർത്താവ്, എബ്രായ ലേഖനം ഇതിൻ്റെയൊക്കെ ഫുൾ സ്റ്റോപ്പ് എവിടാ? എഫേസ് ലേഖനം. ഞാൻ അന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിലുണ്ട്. പുതിയ നിയമത്തിലെ പ്രത്യേകിച്ച് ലേഖനങ്ങളുടെ ഒരു വാക്യത്തിന് പോലും അടിവരയിട്ടിട്ടില്ലായിരുന്നു. ഒട്ടും അതിശയോക്തി ഇല്ലാന്ന് ഞാൻ പറയുന്നേ. ഒരു ദിവസം വളരെ ശാന്തമായി കുമരകത്ത് ഞങ്ങളുടെ ഒരു വീട്ടിൽ വളരെ ശാന്തമായിട്ട് കർത്താവിൻ്റെ ആത്മാവ് ഈറനണിയിക്കുന്ന ശബ്ദത്തോടെ സംസാരിച്ച കാര്യമാണ് ടേൺ ടു ക്രൈസ്റ്റ്. നമ്മൾ ആദ്യത്തെ ബുക്ക് അതാ എഴുതിയേ, കർത്താവിലേക്ക് തിരിയുക. വർഷങ്ങൾക്ക് മുമ്പ്, എത്രയാ, രേഷ്മയൊക്കെ വരുന്നതിന് മുമ്പ്, അതോ രേഷ്മ വന്ന വർഷം, അത് 7 വർഷം മുമ്പ് ടേൺ ടു ക്രൈസ്റ്റ്, കർത്താവിലേക്ക് തിരിയുക എന്ന് ഒരു സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന എന്നോട് കർത്താവ് സംസാരിക്കുക. ഞാനാകെ കൺഫ്യൂസ്ഡ് ആയി. കർത്താവിലേക്ക് ഞാൻ എന്തിനാ തിരിയുന്നേ? ഓൾറെഡി ഞാൻ കർത്താവിലേക്കല്ലേ. ഒരു പിടി പ്രസംഗങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു പിടി പ്രസംഗങ്ങൾ. എല്ലാം നോഹയുടെ വെള്ളപ്പൊക്കം, അത്യുന്നതന്റെ മറവ്, കാന്തൻ, എന്നാ ഇത് ഉണ്ടല്ലോ, ഉണരുക, ഈ അസ്ഥിത്താഴ്വര, പ്രവാചക, എഴുന്നേറ്റ് ചെല്ലുക, കൽപ്പിക്കുക. സി, ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ കൈയടിക്കുമ്പോൾ ഇതൊക്കെ ഏതാണ്ട് വലിയ കാര്യമെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ കർത്താവിന്റെ ഇടപെടൽ കർത്താവ് പറഞ്ഞു, മോനെ ഇതല്ല.
ടേൺ ടു ക്രൈസ്റ്റ്. നിന്റെ മുമ്പ് ഇപ്പൊ മൂടുപടം കിടക്കുക, അതുകൊണ്ടാ നീ ഇതൊന്നും കാണാത്തെ. ഇത് മാറിയാലേ ഇത് കാണാനൊക്കൂ. ഇവിടെ ഒരു ജീവിതമുണ്ട്. ഓ ഹല്ലേലൂയ. ഏതാണ്ട് 6.5 മണിക്കൂർ ഞാൻ ബോബ്രോനോട് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ടോ? അത് ഫിനിഷ്ഡ് വർക്കിന്റെ എൻകൗണ്ടർ അത് പറഞ്ഞിട്ടുണ്ടല്ലേ? ഫിനിഷ്ഡ് വർക്കിലേക്ക് വരുന്ന ഇത് പറഞ്ഞു. അതിനു മുമ്പ് ഏറ്റവും ആദ്യം നമുക്കുണ്ടായ ഇടപെടൽ, ജീവിതത്തിൽ കർത്താവ് തന്ന ഇടപെടൽ 3 എണ്ണമായിരുന്നു. വ്യക്തിപരമായി കർത്താവിൻ്റെ ഒരു ഡിവൈൻ എൻകൗണ്ടർ ആയിട്ട് ഞാൻ അനുഭവിച്ചത്. അതിൽ ഏറ്റവും ആദ്യത്തേതായിരുന്നു ഈ ടേൺ ടു ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആശയം. അതിനകത്തായിരുന്നു കർത്താവ് യേശു ക്രിസ്തു എന്ന ഈ 2 മർമ്മങ്ങൾ വെളിപ്പെടുത്തി തന്നു. ജീസസ് ഈസ് ക്രൈസ്റ്റ്. ആ സമയത്താണ് ഞാനത് പറയാൻ തുടങ്ങി. യേശു തന്നെ ക്രിസ്തു, യേശു തന്നെ ക്രിസ്തു. ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മർമ്മം അത് മറച്ചു വെച്ചിരുന്ന ഇതിങ്ങനെ റിവീലായി വന്നു. ഈ റിവീലായി വന്ന സമയത്താണ് തേജസ്സിന്മേൽ തേജസ് ആർക്കും ഒതുക്കാൻ പറ്റാത്ത നിലയിൽ ഗ്ലോറി ടു ഗ്ലോറിയിൽ പോകുന്ന ഒരു ലെവലുണ്ട്. ഇതൊന്നും മനസ്സിലാക്കും എന്ന് കർത്താവ് ഇങ്ങനെ സംസാരിക്കുക. 6.5 മണിക്കൂർ നമ്മുടെ കുമരകത്തുള്ള വീട്ടിൽ വെച്ച് കർത്താവിൻ്റെ എൻകൗണ്ടർ കണ്ടിന്യൂസ് ഉണ്ടാകുക. പെട്ടെന്ന് പുതിയ നിയമം വായിക്കാനുള്ള ഒരു ആർത്തി കിട്ടുക. അപ്പൊ ഇങ്ങനെ ഒരു വാക്യം ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഏതാ കർത്താവിലേക്ക് തിരിയുമ്പോൾ അല്ലെങ്കിൽ കർത്താവിലേക്ക് തിരിയണം എന്നൊരു ആഹ്വാനത്തിന്റെ ഒരു വാക്യം ഞാൻ കണ്ടിട്ടില്ല. സോ ഞാൻ ഇടുന്ന് തപ്പുക, എവിടാണ് ഈ വാക്യം, എവിടാണ് ഈ വാക്യം, എവിടാണ് ഈ വാക്യം? തപ്പി 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 ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഈ വാക്യത്തിനടുത്ത് വന്നപ്പോൾ ഈ വാക്യം എൻ്റെ ബൈബിളിൽ എന്നാ പറയണ്ടേ, എൻ്റെ കണ്ണിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ അധ്യായം മുഴുവൻ പല ആവർത്തി വായിക്കുക. ഈ അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ അവസാനത്തെ വാക്യം വരെ എനിക്ക് കാണാപ്പാടമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഞാനൊരു 300-500 പ്രാവശ്യം ഇത് വായിച്ചിട്ടുണ്ടാവും. ഈ ഒറ്റ അധ്യായം മാത്രം. ഇത് കർത്താവ് ഇരുന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങി. നീ ഇന്നത് വായിച്ചിട്ട് നിനക്ക് കാണാൻ പറ്റാത്തൊരു കാര്യം, എടാ പൊന്നുമോനെ, ഈ മൂടുപടം നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യും, ഇന്നൊരു തീരുമാനം എടുക്ക്, ഇനി ക്രിസ്തുവിനെ അല്ലാതെ വേറെ ഒന്നും പ്രസംഗിക്കത്തില്ല. കർത്താവിൻ്റെ കൃപയാൽ കേട്ടോ, കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ഈ സ്വർഗീയ ദർശനത്തിന് നമ്മൾ അനുസരണക്കേട് കാണിച്ചിട്ടില്ല. ബ്രദർ ആദ്യം പറഞ്ഞില്ലേ, ബ്രദർ പഴയ നിയമത്തിൽ ഒന്നും ഇതാ കാരണം. അതിന് ഇത് സാധാരണക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകുകയല്ല. ഈ ദൈവിക ഇടപെടല്, ഈ തേജസ് കാണിക്കാനായിട്ട് ഇന്ന് ലോകരാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൃപയുടെ സമൂഹം എന്ന ആശയത്തോട് യൂട്യൂബിലും പലയിടങ്ങളിൽ പ്രതികരിക്കുമ്പം അവരെല്ലാം ഈ വചനത്തിൽ ഇന്നായിരിക്കുന്ന നില വരെ വളർത്തപ്പെടുവാൻ ഇടയായ വണ്ണം ദൈവം നമുക്ക് തന്ന ഒരു ദൈവിക ഇടപെടലാണ്. ആ ഇടപെടലിൽ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, പുതിയ നിയമ തേജസ് വേറെ, പഴയ നിയമ തേജസ് വേറെ. അതും ഇതും ഒന്നല്ല, അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇതിനും ആഴമുണ്ട്. അത് നീങ്ങിപ്പോകുന്ന, ഇത് നിലനിൽക്കുന്നതാ. അത് മങ്ങത്തേ ഉള്ളൂ, അതിൻ്റെ അകത്ത് കിടന്ന നീയും മങ്ങത്തേ ഉള്ളൂ. അതിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് മിനിസ്ട്രിയിൽ പങ്കെടുക്കുന്നവരോട് ചോദിച്ചു നോക്കൂ. പഴയ നിയമ ശുശ്രൂഷ നടക്കുന്നിടത്ത് സ്ഥിരമായി പോകുന്നവരോട് ചോദിച്ചു നോക്കൂ. താഴോട്ടേ പോകത്തുള്ളൂ, മേളോട്ട് പോകത്തില്ല. അതെത്ര പേര് അതിന്റെ അനുഭവമായിട്ടുള്ള ചിലർ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലുണ്ട്, അവർക്ക് അറിയാവുന്നവർക്ക് അറിയാം. മേളോട്ട് പോകത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവിടെ മങ്ങിക്കൊണ്ടിരിക്കുക. 5 വീട് എനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ വീട്ടിൽ പോരാട്ടം വന്ന് ഒരാൾ പ്രാർത്ഥിച്ചു പറഞ്ഞു, അത് വിറ്റു. ഈ വീട്ടിൽ പോരാട്ടം വന്ന് വേറെ ആൾ പ്രാർത്ഥിച്ചു പറഞ്ഞു, അതും വിറ്റു. ബോംബ്രറാന്ന് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞല്ലേ? അല്ല, ബോംബ്രർ അല്ല, എന്നോട് പറഞ്ഞു. ആരോ ഒരാൾ പറയുമായിരുന്നു, വിശ്വാസി വരുന്നതിന് മുമ്പ് 3 വണ്ടി ഉണ്ടായിരുന്നു. വിശ്വാസി വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാസ്റ്ററോ ആരോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഈ വാഹനത്തിന് മേലെ ഒരു പോരാട്ടം ഉണ്ട്, അത് വിറ്റോ. അങ്ങനെ ആ വണ്ടി വിറ്റു. 2ാമത്തെ വണ്ടി ഇത് വളവുള്ള സ്ഥലത്ത് അനർത്ഥം ഉണ്ടാകുന്ന ഒരാൾ പ്രവചിച്ചു പറഞ്ഞു. അത് ഈ അനർത്ഥം പേടിച്ച് അതും പോയി ഇടിച്ചു. 3ാമത്തെ വണ്ടി തകരാറായി, ഇപ്പൊ വഴി കൂടെ നടക്കുക. അങ്ങനെ അനേകം പലരും സാക്ഷ്യം വന്ന് പറയാറുണ്ട്. അത് ഈ മിനിസ്ട്രിയുടെ പ്രശ്നമാണ്. ഇത് തേജസ്സിന്മേൽ തേജസ്സല്ല. ഇതിനകത്ത് കയറ്റം ഉണ്ടാകുകയില്ല, വർധന ഉണ്ടാകുകയില്ല. മങ്ങി പോരാട്ടവും ബന്ധനവും പോരാട്ടവും മാറിയിട്ടും നേരെ ഉണ്ടാകുകയില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, നിങ്ങൾ പോരാടാൻ വിളിക്കപ്പെട്ടവരല്ല, യേശു പോരാടിയെടുത്ത ജയത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. You are called to celebrate the victory of Jesus on the cross. യേശു ക്രൂശിലെടുത്ത ജയത്തെ ആഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാ നിങ്ങൾ.
ഹല്ലേലൂയ. നിങ്ങളോട് പോരാട്ടം ഉണ്ടെന്നല്ല വാക്യം, നിങ്ങൾക്ക് പോരാട്ടം ഉണ്ടെന്ന വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ അടിക്കുമെന്നാ പറഞ്ഞേ, അല്ലാതെ അത് നിങ്ങളെ വന്ന് അടിക്കുമെന്നല്ല പറഞ്ഞേ. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ലെന്ന് പറഞ്ഞ കർത്താവും ദോഷം മാറാൻ ഓരോരുത്തടത്ത് പോയി അത് ചെയ്തു, ഇത് ചെയ്തു, അത് പ്രാർത്ഥിച്ചു, ഇത് പ്രാർത്ഥിച്ചു, അതിൻ്റെ മേളിൽ ദോഷം, ഇതിൻ്റെ മേളിൽ ദോഷം എന്ന് ചിന്തിച്ചിരിക്കുന്ന വിശ്വാസി, അയ്യോ ഒരിക്കലും അല്ല. യേശുവിലുള്ള ജീവിതമേ അതല്ല. പുതിയ നിയമം അറിഞ്ഞാട്ടെ, യേശുവിലുള്ള ലൈഫിനെ സ്വീകരിച്ചാട്ടെ. ഇപ്പൊ ഈ സംസാരത്തിന്റെ തന്നെ ഉദ്ദേശം അതാണ്. ബോംബ്ലറെ ഉള്ളുപുള്ളി തുറന്നു പറഞ്ഞ ഒരാളിപ്പോൾ പഴയ നിയമം പ്രസംഗിക്കുന്നുണ്ട്. എനിക്കൊരു വിരോധം വ്യക്തിപരമായിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ കണ്ടുപോയി. എങ്ങനെ ഈ സത്യത്തോട് നമ്മൾ മറുതലിക്കാനൊരു ഈ കഴിഞ്ഞിടയ്ക്ക് ആരോ പറഞ്ഞു സജിത് ബ്രദർ പഴയ നിയമം വലിച്ചു കീറി കളഞ്ഞ് ഞങ്ങൾ കണ്ടെന്ന്. യൂഷ്വലി ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട. അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്നാ കണ്ടത്. അപ്പോൾ പറഞ്ഞു 2 വർഷം മുമ്പ്. 4-5 വർഷമായിട്ട് ഞാൻ കമ്പ്യൂട്ടർ ബൈബിൾ ഉപയോഗിക്കുന്ന ആളാണ്. ഇത് ഞാൻ എങ്ങനെ വലിച്ചു കീറും? എന്തിന്? എന്നെപ്പോലെ ഒരാൾക്ക് എന്തിനത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. എല്ലാ തിരുവഴുത്തും ദൈവനിശ്വാസിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേദപുസ്തകം മുഴുവൻ ഇൻസ്പയർഡ് ബൈ ഗോഡാണ്, ദൈവത്താൽ ഇൻസ്പയർഡ് ആയതാണ്. ഒരിക്കലും അതിനകത്ത് ആർക്കും ഒരു ഇത് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. പക്ഷെ അതല്ല ഇത്. ഇതിലൊന്നുണ്ട്, അത് കണ്ടവനെ ഒരിക്കലും ആര് വിളിച്ചാലും അതിലേക്ക് പോകത്തില്ല. അവനെ കൊണ്ടുപോകാൻ ഒന്നിനും പറ്റുകയില്ല. അത് അനുഭവിക്കുന്നവരൊന്ന് കരമടിച്ച് യെസ്, നിങ്ങളത് അനുഭവിക്കുന്നവരാ. അത് ഞാൻ അറിയുന്നു. പുതിയ നിയമ ശുശ്രൂഷയില് 5 ആഴ്ച പോയവനെ കെട്ടിയിട്ടാൽ അവിടെ പോകത്തില്ല. കാരണം അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പുതിയ നിയമത്തിന്റെ ആത്മാവും ആ സ്പിരിറ്റുമായിട്ട് അത് യോജിക്കുകയില്ല. ഒരു തരത്തിലും അതുമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് അവന് കഴിയുകയില്ല. ഈ മാറ്റം ഇന്ന് ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്നവർക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ടോക്കിൻ്റെ അല്ലെങ്കിൽ ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം പഴയ നിയമം ദൈവവചനം അല്ലെന്നോ നിങ്ങളിനി അത് വായിക്കരുതെന്നോ ഒന്നും അല്ല കേട്ടോ ഈ പറയുന്നതിൻ്റെ ആശയം. അത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുമെങ്കിൽ ഇവിടെ ഇതാ നിഴലായി അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന യേശുവിനെ നിങ്ങൾ അവിടെ കണ്ടെങ്കിൽ പൊരുളായവൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സജിത്ത് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും നിഴലിന്റെ പുറകെ പോവോ? പറയൂ. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാ എൻ്റെ നിഴലുണ്ടായേ. യേശു പഴയ നിയമത്തിൽ നിന്നതുകൊണ്ടാ യേശുവിന്റെ നിഴൽ പഴയ നിയമത്തിൽ ഉണ്ടായേ. അതുകൊണ്ടാ ആ നിഴൽ അവർ കണ്ടത്. പക്ഷെ ഇവിടെ പൊരുളായ ക്രിസ്തു വന്നിരിക്കുന്നു. ഈ പൊരുള് വന്ന ശേഷവും ഒരു കൂട്ടർ പറയാണ് പൊരുളൊക്കെ അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് എപ്പോഴും നിഴലാ താല്പര്യം. കാരണം നിഴലിൻ്റെ അകത്ത് ഇച്ചിരി മസാലയും ഇച്ചിരി പുളിയും ഇച്ചിരി എരിവും ഒക്കെ ഉണ്ട്. അതാകുമ്പോൾ ഇച്ചിരി ആൾക്കാരെ ഇപ്പം മിദ്യാന്യ പോരാട്ടം നിങ്ങളുടെ പുറകെ ഉണ്ട്. ഇത് പറയാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയില്ല. അമാല്യക്കർ നിങ്ങളുടെ പുറകെ ഉണ്ട്. ഫറവോൻ നിങ്ങളെ വിടത്തില്ല. ഹലോ, ഫറവോൻ നിങ്ങളെ വിടത്തില്ല. ഇത് പറയാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയില്ല. കാരണം പുതിയ നിയമത്തിൽ ഫറവോനില്ല. മരുഭൂമിയിൽ ഉണ്ടായ തലമുറയ്ക്ക് പോലും ഫറവോനെ അറിയത്തില്ല. പിന്നെ നമുക്ക് അങ്ങനെ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. മീൻസ് പഴയ നിയമത്തിൽ മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഫറവോൻ. ഓക്കെ, നിങ്ങൾ ഇതിന്റെ നടുക്കാണ്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഇതാ ക്രിസ്തീയ ജീവിതമെങ്കിൽ ആ ജീവിതം ഈ ജീവിതം തമ്മിൽ തന്നെ വ്യത്യാസം. എൻ്റെ പൊന്നെ, ഇന്നും ഒരു ഫറവോനും ഇല്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സാത്താൻ വ്യക്തികളെ, ഏജന്റുകളെ നിർത്തി പ്രവർത്തിച്ചെങ്കിൽ പുതിയ നിയമത്തിൽ വന്നപ്പം വ്യക്തികളെ നിർത്തി, ഏജന്റുമാരെ നിർത്തി പ്രവർത്തിച്ചവനെ യേശു പരസ്യമായിട്ട് നിർത്തി. ഇവനാ കള്ളൻ. ഫറവോനെ നിർത്തിയവൻ, അമാല്യക്കരെ നിർത്തിയവൻ, ഗിർഗസ്യരെ നിർത്തിയവർ, എബൂസ്യരെ നിർത്തിയവർ, ഹിത്യരെ നിർത്തിയവർ, അമ്മോന്യരെ നിർത്തിയവൻ ഇവനാ എന്ന് പറഞ്ഞ് അവൻ്റെ മേൽ പൂർണ്ണ ജയം നിങ്ങൾക്കും എനിക്ക് എടുത്തു തന്നു. ഇന്ന് നിങ്ങളുടെ സീൻ ഫറവോനുമായിട്ടല്ല. നിങ്ങളും ഫറവോനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ചെങ്കടലും നിങ്ങളുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ല. നിങ്ങളുടെ പുറകെ ഒരേ അമാല്യക്കരും ഇല്ല. നിങ്ങളുടെ മുമ്പിലും ദൂതൻ, നിങ്ങളുടെ പുറകിലും ദൂതൻ. ഒരനർത്ഥവും നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. ഇത് പറഞ്ഞത് എൻ്റെ കർത്താവായ യേശുവാണ്. തിരിച്ചടി. എൻ്റെ ബ്രദറെ, ഞാൻ ആ അലർജിയുള്ള വീട്ടിൽ പോയി ആ പെണ്ണിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇപ്പൊ ഇതാ അവിടുന്ന് വന്നപ്പോൾ മുതൽ എൻ്റെ കൈ ചൊറിയുക. ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തിന്? എന്നിട്ട് ഈ ശുശ്രൂഷകരെന്ന് പറയുന്നവരുടെ അടുക്കൽ പോയി ഇത് പറയുമ്പം പറഞ്ഞിട്ടില്ലേ അധികാരമില്ലാതെ കൈവെക്കരുതെന്ന്. ഇതിനു വേണ്ടി ഒരു 7 ഇരുന്നാ കൊള്ളാം, എന്നാലേ ഇതിനി മാറത്തുള്ളൂ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ബോധമാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറേണ്ടത്. ഒന്നും പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ലെന്ന് പറഞ്ഞ കർത്താവിനെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്?
കഴിഞ്ഞ ദിവസം ആരോടോ ഒരാളോട് എവിടെ തൃശ്ശൂർ മീറ്റിംഗ് നടന്നപ്പം എൻ്റെ ഒരു പഴയ സ്നേഹിതൻ വന്ന് പറയുമായിരുന്നു, പോരാട്ടം മാറിയിട്ട് നേരമില്ല ബ്രദറെ, എവിടെ പോയി പ്രാർത്ഥിച്ചാലും ഒന്നേ പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറാവും, പോണ വഴിക്ക് വണ്ടി പഞ്ചറാവും, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചിട്ട് വന്നു വീട്ടിൽ വരുമ്പോഴത്തേനും തലവേദനയാണ്, അവിടുത്തെ ഭൂതം വഴിയും, പക്ഷെ ഇവിടെ ആർക്കെങ്കിലും ഭൂതം കയറും. ആകെ നിരാശനായിട്ട് ആ മനുഷ്യൻ നിൽക്കുക. ഞാനൊരു അരമണിക്കൂർ അദ്ദേഹമായിട്ട് ബോബൻ ബ്രദർ കണ്ട, ഞാൻ വണ്ടി ഇരുന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കുകയായിരുന്നു. സംസാരിച്ച ശേഷം എനിക്ക് മനസ്സിലായി, പിശാച് ഭയങ്കരമായിട്ട് ഈ മനുഷ്യനെ അങ്ങ് കബളിപ്പിച്ചിരിക്കുക. ക്രിസ്തുവിന്റെ തേജസ്സിനെയും സ്വാതന്ത്ര്യത്തെയും കാണാതെ വണ്ണം ഈ മനുഷ്യനെ കബളിപ്പിച്ചിരിക്കുക. എന്നാ പറഞ്ഞാലും സാത്താനെ മഹത്വം കൊടുക്കുള്ളൂ. പിശാച് അങ്ങനെ പറഞ്ഞു, പിശാച് ഇങ്ങനെ ചെയ്തു. ഞാൻ ചോദിച്ചു, എങ്ങനെയാ നിങ്ങൾ ഈ പിശാച് പറഞ്ഞ കേട്ടെ? കർത്താവ് പറയുന്നത് കേൾക്കാൻ നേരമില്ല, പിന്നെ പിശാച് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു ഉദാഹരണം നിങ്ങളുടെ ആത്മീയ വർദ്ധനവിന് വേണ്ടി പറയാം. ഇവിടെ ഈ ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന പോലീസുകാർക്ക് എസ്കോർട്ടില്ല, കാരണം അവർ സാധാരണ ജോലിക്കാരാണ്. അതേസമയം നിങ്ങൾ കണ്ടിട്ടുണ്ടോ മന്ത്രിമാരോ അല്ലെങ്കിൽ കമ്മീഷണറോ DGP ആ റേഞ്ചിലൊക്കെ ഉള്ളവർ പോകുമ്പോൾ മുമ്പിലൊരെണ്ണം പോകുന്നത് എസ്കോർട്ട്, പുറകിലൊരെണ്ണം എസ്കോർട്ട് പോകുന്നത് കാണാം. കാരണം അവര് ഇതിനകത്ത് ഉയർന്നവരാ, അവരെ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗവൺമെന്റിന് അറിയാം. മച്ച് മോർ, എത്ര അധികം. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഡബിൾ പ്രൊട്ടക്ഷനാ, നിങ്ങൾക്ക് ഡബിൾ പ്രൊട്ടക്ഷനാ. അപ്പൊ ബ്രദറെ, വണ്ടി പഞ്ചറായാലോ? വണ്ടി പഞ്ചറായ സ്തോത്രം ചെയ്തോണം. പഞ്ചറായതിന്റെ ഇടത്തെ വീട്ടിലോട്ട് കയറിക്കണം, സുവിശേഷം പറഞ്ഞോണം. അതിനിടെ വണ്ടിയുടെ ടയർ മാറിയിട്ട് യോഗത്തിന് പിന്നെയും പോക്കോണം. ആമേൻ. അപകടത്തെ അവസരമാക്കി കണ്ടോണം. കേട്ടവർക്കായി സ്തോത്രം. ഞാൻ ഇനി ആ വഴിക്ക് പോകുന്നില്ല, പോരാട്ടം എന്നല്ല പറയണ്ടേ, ഈ പോകുന്ന വഴിക്ക് ആ വ്യക്തിയോട് കൂടെ സുവിശേഷം പറയാൻ ഈ വണ്ടിയുടെ ടയർ പഞ്ചറായതുകൊണ്ട് ഒരവസരം കിട്ടിയതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിയാം ഇതിന്റെ അന്തം എന്താവുമെന്ന്. ഈ പുതിയ നിയമ ശുശ്രൂഷയിലേക്ക് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ശുശ്രൂഷകരെ പലരെയും കർത്താവ് വിളിക്കുന്നു. അതിമഹത്തായ തേജസ്സിന്റെ ശുശ്രൂഷ. ഇത് വന്നപ്പം പൗലോസ് ഇവിടെ പറഞ്ഞിരുന്നു, ഇത് വന്നപ്പോ അത് തേജസ് ഇല്ലാത്തതായി പോയി. സൂര്യൻ വന്നപ്പോഴത്തേനും ലൈറ്റ് എല്ലാം വെറുതെ ആയിപ്പോയ പോലെ ഇത് വന്നപ്പം അതിമഹത്തായ ഇതിന്റെ തേജസ് നിമിത്തം അത് തേജസ് ഇല്ലാത്തതായി പോയി. ഈ അതിമഹത്തായ തേജസ് ഉള്ളത് നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ബോൾനെസ് കർത്താവ് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ 3-ാം അധ്യായത്തിന്റെ വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഹി ജീസസ് has enabled us to be the ministers of the New Testament. അവൻ ഞങ്ങളെ എനേബിൾ ചെയ്തു, സ്ട്രെങ്തൻ ചെയ്തു, ശുശ്രൂഷകനാകുവാൻ അവൻ ഞങ്ങളെ ശക്തരാക്കി, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകനാക്കുവാൻ. നിങ്ങളെ ആ പ്രാപ്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് പറയും, ആ പ്രാപ്തി ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങളിൽ നിന്ന് വരും പോലെ വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ ആളല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. ദൈവത്തിന്റെ പ്രാപ്തി ദൈവം ദാനമായി തന്നിട്ട് നിങ്ങൾ തുടങ്ങുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ. നിങ്ങളുടെ പ്രാപ്തിയിൽ നിങ്ങൾ ചെയ്യുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. ദൈവത്തിന്റെ പ്രാപ്തി ദൈവം നിങ്ങളെ മേൽ തന്നു എന്ന അറിവോടെ ആ പ്രാപ്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എഴുന്നേറ്റ് ചെയ്യുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ. ആ പുതിയ നിയമ ശുശ്രൂഷയ്ക്ക് കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ വേറെ എന്തെങ്കിലും ഇപ്പം പെട്ടെന്ന് ചോദിക്കാനാണ് തീർത്തോ, കാരണം നമ്മുടെ സമയം മുമ്പോട്ട് പോകുന്നു. ഇല്ല, യേശു എനിക്ക് വേണ്ടി സകലവും ചെയ്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു യേശു മാത്രമേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. യേശു മാത്രമേ എനിക്ക് വേറെ ആരെയും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞവനെ വിശ്വസിക്കുക എന്നുള്ള വേറെ ആരെയും വിശ്വസിച്ചിട്ടും കാര്യമില്ല. വേറെ ആരെയും വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ വിശുദ്ധന്മാരെ വിശ്വസിക്കുന്ന പരുവത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും മനസ്സിലായി, അതിലേക്ക് നമ്മൾ പോവുക. അതല്ല, ഈ ന്യൂ ലൈഫിൽ ഇത് മാത്രമാണ്, യേശു മാത്രമാണ്. പുതു നിയമത്തിന്റെ രഹസ്യങ്ങൾ ദൈവം നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുന്നു. ദൈവരാജ്യത്തിന്റെ കാഴ്ചപ്പാടുകൾ ദൈവം നിങ്ങളുടെ ഉള്ളത്തിൽ വീഴ്ചയിരിക്കുന്നു. ജോൺ സാറേ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പം മനസ്സിലാക്കിക്കുന്നത് നമ്മുടെ മുമ്പിലും പുറകിലും ദൂതന്മാരുണ്ടെന്ന് ഉള്ള ഒരു അറിവിലേക്ക് നമ്മളെല്ലാം മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് എക്സാക്ട്ലി രക്ഷ പ്രാപിപ്പാനുള്ള സേവകാത്മാക്കളാ ദൂതന്മാരെന്ന് എബ്രായ ലേഖനം പറയുന്നു. രക്ഷ പ്രാപിക്കുന്നവരുടെ സേവകാത്മാക്കളാ ദൂതന്മാർ. നിങ്ങൾക്ക് ഫ്രണ്ടിലും ബാക്കിലും ഏഞ്ചൽസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു വിശ്വാസത്തിലേക്ക് മുമ്പോട്ട് പോകുന്നതാണല്ലോ, ആ ഒരു കോൺഫിഡൻസോടെ മുമ്പോട്ട് പോകാം. എത്ര പേർക്ക് ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നവരോട് ചോദിക്കട്ടെ, പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പുതിയ നിയമത്തിന്റെ അമിത പ്രാധാന്യം ഈ കാലയളവിൽ ഈ സംസാരത്തിലൂടെ മനസ്സിലാകുന്നു? ആ കരമൊന്ന് ഉയർത്തിക്കാട്ടെ. മനസ്സിലാകുന്നവരെ ആ കരമൊന്ന് ഉയർത്തിക്കാട്ടെ. നിങ്ങളുടെ ഇടയിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. 1 മിനിറ്റ് ഓഡിയൻസിന് വേണ്ടി തരികയാണ്. ബ്രദറെ, ഈ ഒരു ഭാഗം കൂടെ എനിക്കൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് ഒന്ന് പറയാമോ? അങ്ങനെ ആർക്കെങ്കിലും ഈ സംസാരിച്ച വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ
ഒന്ന് എഴുന്നേറ്റ് വന്ന് ഡോക്ടർ എന്തോ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ എഴുന്നേറ്റ് ചോദിച്ചു. ദൈവദാസന്മാർ പുത്രന്മാരല്ലേ സാറ് ചോദിച്ച വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാനത് അതിന് ആൻസർ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചാട്ടെ. ഇപ്പോഴും ദൈവദാസന്മാരെന്നല്ല വിശേഷിപ്പിക്കുന്നത്, ദൈവപുത്രന്മാരെന്നല്ലല്ലോ വിശേഷിപ്പിക്കുന്നത്. സാറ് ചോദിച്ചത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഈ ദാസ്യത്വം എന്ന് പറയുന്നത് ഏതിനു വേണ്ടിയാണ്? ഇപ്പൊ പൗലോസ് തന്നെ പരിചയപ്പെടുത്തുമ്പം യേശുക്രിസ്തുവിന്റെ ദാസനായ പൗലോസ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താറുണ്ട്. സെർവന്റ്ഹുഡ് അല്ലെങ്കിൽ ദാസ്യത്വം എന്ന് പറയുന്നത് ശുശ്രൂഷയോടുള്ള ബന്ധത്തില, ദൈവത്തിന്റെ മുമ്പിൽ എൻ്റെ വിധേയത്വത്തോടുള്ള ബന്ധത്തില. മനസ്സിലാവുന്ന ഡോക്ടർക്ക് മനസ്സിലാവുന്ന ചിന്തിക്കും. ഒന്നുകൂടെ ഞാൻ പറയാം. സെർവന്റ്ഹുഡ് ഇസ് ഫോർ ദ മിനിസ്ട്രി. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ദാസനായ പൗലോസ്. അപ്പൊ ദാസൻ എന്ന പദം ഉപയോഗിക്കുന്നിടത്തെല്ലാം നിങ്ങളുടെ ദാസൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല, നിങ്ങളുടെ ദാസൻ എന്ന് ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ സെർവന്റാ. അത് വർക്കിലാ, എൻ്റെ വിധേയത്വത്തിലാ. ഇത്രയ്ക്ക് ഞാൻ ആ വിഷയത്തിൽ ഒരു ദാസനെ പോലെ സബ്മിറ്റഡ് ആണ്. പൊസിഷനലി അല്ല. പൊസിഷനിൽ ഞാൻ സണ്ണ, വർക്കിൽ ഞാൻ സെർവന്റാ. ക്ലിയർ ആകുന്നു ചിന്തിക്കുന്നു. ഡോക്ടർ കേൾക്കുന്നുണ്ടോ? അത് യെസ്, ഡോക്ടർക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, വേറെ പാപം ശാപം ഒക്കെ പറഞ്ഞ് വ്യക്തികളെ അടിച്ചമർത്തി കേൾക്കുന്നുണ്ട്. പഴയ നിയമം അതിന് ഉപയോഗിക്കപ്പെടുന്നേ. കാരണം പുതിയ നിയമത്തിൽ ശാപം ഇല്ലല്ലോ. നമ്മുടെ ശാപം മുഴുവൻ യേശു ക്രൂശിൽ വഹിച്ചല്ലോ. യേശു ക്രൂശിൽ വഹിച്ചതോടെ നമുക്ക് ശാപമില്ല. അപ്പൊ ഇനി ശാപം വെക്കണമെങ്കിൽ എവിടെ പോകണം? പഴയ നിയമത്തിൽ പോകണം. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ ജോൺസൺ സാർ എൻ്റെ കൂടെ ഇരുന്ന് കൂട്ടായ്മ കൂടുന്നു. ഈ ജോൺസൺ സാർ കൂട്ടായ്മയ്ക്ക് വരുന്നില്ല, അടുത്ത ആഴ്ച കൂട്ടായ്മയ്ക്ക് വരുന്നില്ല എന്നിരിക്കട്ടെ. ഓക്കെ, ഈ കൂട്ടായ്മയ്ക്ക് ജോൺസൺ സാറിനെ വരുത്തണമെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആകെയുള്ള പിടിവലി എന്നാ? എന്താണ്? പ്രാർത്ഥനയ്ക്കൊക്കെ വന്നോണം. ബ്രദറിന് അറിയാലോ എൻ്റെ പ്രാർത്ഥനയിൽ ആ ബ്രദർ നിൽക്കുന്നതെന്ന് മറന്നു പോകരുത്. ഞങ്ങൾ തിരിച്ചും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കെട്ടാൻ മാത്രമല്ല, അഴിക്കാനും കെട്ടാനും കൂടെ ഉള്ള അധികാരം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വ്യക്തികളെ ഭീഷണിപ്പെടുത്തി ആൾക്കാരെ ഒപ്പിച്ചിരുത്തി സ്വോത്രകാഴ്ചയൊക്കെ എടുപ്പിക്കാൻ ഇത് കൊള്ളാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് അതിന് യാതൊരു വചനാടിസ്ഥാനവും ഇല്ല. ഞാനും കണ്ടിട്ടുണ്ട്. സാർ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഞാനും കണ്ടിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തുക വ്യക്തികളെ, നിങ്ങളുടെ മേൽ അത് വരും, നിങ്ങളുടെ മേൽ ശാപം വരും. അതല്ലേ ഉദ്ദേശിച്ചേ? നിങ്ങളുടെ മേൽ ആ കണ്ടമിനേഷൻ വരും. നിങ്ങൾ ഇത് യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിലുള്ളവർ ശിക്ഷാവിധി ഇല്ല എന്ന ഉറപ്പിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഒരു പദം ഞാൻ ലാസ്റ്റായിട്ട് പറയുകയാണ്. അതിതാണ്, ഡു നോട്ട് ഗിവ് റൂം ഫോർ ദ ഡെവിൾ. പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മെ ആരാക്കിയിരിക്കുന്നു എന്ന പരിജ്ഞാനത്തിൽ നിന്ന് നാം വീഴുമ്പോഴാണ്, ആ പരിജ്ഞാനത്തിൽ വർദ്ധിക്കാതെ നാം വീഴുമ്പോഴാണ് ആ വീഴ്ച സാത്താൻ ഇടമായി മാറുന്നത്. അപ്പൊ എത്രത്തോളം നമുക്ക് വളരാൻ കഴിയുമോ യേശുക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്ന ബോധ്യത്തിൽ, ആ ബോധ്യത്തിൽ വളരും തോറും യു ആർ ക്ലോസിങ് ദ ഡോസ്. സാത്താനുള്ള ഇടങ്ങൾ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെ ആകട്ടെ ജീവിതം. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചോദിക്കണം ബ്രദറെ. ലേവ്യ പുസ്തകം 19 അധ്യായം കേട്ടില്ല? ശാപങ്ങളുടെ ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലേവ്യ പുസ്തകത്തിലെ 19 അധ്യായമോ അല്ലെങ്കിൽ യെശയ്യാവിലെ 54 അധ്യായമോ എന്നുള്ള പർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ല ഞാൻ പറഞ്ഞേ. മിക്കവാറും ഓൾഡ് ടെസ്റ്റ്മെന്റുകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിന്റെ ഭാര്യ യൗവനത്തിൽ വിധവയാകട്ടെ, സങ്കീർത്തനത്തിലുള്ളതാണ്. നിന്റെ മക്കൾ എൻ്റെ വീടിന് മുമ്പിൽ അപ്പം ഇറക്കി വരട്ടെ. ഇതാണോ യേശുവിൻ്റെ മനോഭാവം? ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് യേശു ഇവിടെ നിൽക്കുന്നു. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുക്കുന്ന കാണാൻ പ്ലാവും തടിയും വെട്ടിയിട്ട് കാത്തിരിക്കുന്ന വിശുദ്ധൻ ഇവിടെ നിൽക്കുന്നു. അപ്പം ഇതിൻ്റെ റിലവൻസി എന്ന് പറയുന്നത്, ഇപ്പം പ്രപഞ്ചോൽപത്തി, അതിനെക്കുറിച്ച് ബ്രദറിന് ഒരു അറിവ് വേണം.
സകലം അവൻ മുഖാന്തരം ഉളവായി എന്നേ അറിവ് പുതിയ നിമിതി കിട്ടും. എന്നാൽ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ആധികാരികതയിൽ അറിയണം. ഈ ഭൂമിയുടെ നേരത്തെ അവസ്ഥ എന്തായിരുന്നു, ആ ഇൻഫർമേഷൻ അവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ലേവ്യ പുസ്തകം 19 അധ്യായം 14 അധ്യായത്തിൽ ഒരു പ്രത്യേക ഇൻഫർമേഷൻ ഉണ്ടെന്നല്ല പറഞ്ഞത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു അല്ലേ? യെസ്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, പെട്ടെന്ന് ചോദിച്ചാട്ടെ. അത് അനേകർക്ക് ഗുണമായി തീരട്ടെ. അല്ലേ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം എടുക്കുക. സാറേ ചോദിച്ചാട്ടെ. പ്രവചനങ്ങൾ സാറ് ചോദിച്ച വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. പഴയ നിയമ പ്രവചനങ്ങൾ, അതിൻ്റെ നിവൃത്തി ഇനിയുണ്ടോ? ഇനി ഉണ്ടാകേണ്ടിയ പ്രവചനങ്ങളില്ലേ? ഇനി ഉണ്ടാകേണ്ടിയ പ്രവചനങ്ങൾ എന്ന വണ്ണം നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന ഏതാണ്ട് 473 പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ ഫുൾഫില്ലായത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അതിന് പുറത്ത് ഒരു 10-12 പ്രവചനങ്ങളുണ്ട്, ദാനിയേൽ പ്രവചനത്തിൽ വരുന്ന പ്രവചനങ്ങൾ. ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലാണ് പുതിയ നിയമത്തിൽ വന്നപ്പം യോഹന്നാനും വെളിപ്പാടുണ്ടായത്. അതുകൊണ്ടാണ് പഠിതാക്കൾ പറയുന്നത് ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും കൂടെ ഒരുമിച്ച് പിടിക്കണമെന്ന്. കാരണം ദാനിയേൽ അന്ന് കണ്ടതിനോട് ആ കണ്ടതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനാണ് ജോണിന് പത്മോസിൽ വെച്ചുണ്ടായ റെവലേഷൻ. അപ്പൊ അവിടുത്തെ ആ പൂർത്തീകരിക്കപ്പെടാനുള്ള പ്രവചനങ്ങൾ മുഴുവൻ ഇവിടെ പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സാറ് മനസ്സിലായോ? അവിടെ പൂർത്തീകരിക്കപ്പെടുവാനുള്ള പ്രവചനങ്ങൾ കംപ്ലീറ്റ് പുതിയ നിയമത്തിൽ പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ. പിന്നെ ഇപ്പൊ ഈ പ്രവചനങ്ങളുടെയും അല്ലെങ്കിൽ ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിന്റെ തന്നെയും വ്യാഖ്യാനത്തിൽ വരുന്ന ഒരു പ്രശ്നം, എക്സാക്ട്ലി ഇത് ഇന്നതാന്ന് എവിടെ എഴുതിയിട്ടില്ല. ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ 7 നിലവിളക്ക് 7 നിലവിളക്ക്. ഞാനിപ്പോ പറയാണ് 7 നിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭകളാണ്. ഓക്കെ, ഈ എൻ്റെ ഭാര്യ നിന്ന് പ്രസംഗിക്കുകയാണ് 7 നിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭയല്ല. 7 നിലവിളക്ക് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന 7 മയിൽക്കുറ്റികളാണ്. ബോംബ്രർ എന്ന് പ്രസംഗിക്കുകയാണ് 7 നിലവിളക്ക് എന്ന് പറയുന്നത് 7 സഭ, 7 മയിൽക്കുറ്റിയല്ല, 7 ബസ് സ്റ്റാൻഡുകളാണ്. ഇത് ബസ് സ്റ്റാൻഡ് അല്ലെന്നോ ഇത് മയിൽക്കുറ്റി ആണെന്നോ ഇത് സഭയാണെന്നോ തെളിയിക്കാൻ വേണ്ടി അവിടെ എഴുതിയിട്ടില്ല എന്നതാണെന്ന്. അപ്പൊ സാധാരണക്കാരന് അവിടെ തന്നെ അതിന്റെ ആൻസർ കിട്ടുന്നില്ല. പിന്നെ എത്തിച്ചേർന്ന ദൈവശാസ്ത്ര പഠിതാക്കൾ എത്തിച്ചേർന്ന ഒരു നിഗമനത്തിലാണ് എല്ലാവരും തുടരുന്നത്. അതായത് നിലവിളക്ക് ദൈവസഭയെ പ്രതിദാനം ചെയ്യുന്നു. ഓക്കെ, നിലവിളക്കിടെ നടുവിൽ നിലയങ്കി ധരിച്ചവൻ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. ആ നക്ഷത്രം ദൈവദാസന്മാരാണ്. തിരിച്ചു ചോദിക്കുക, നക്ഷത്രം ദൈവദാസന്മാരാണോ? ഉത്തരവില്ല. ഓക്കെ, ഇത് നമുക്ക് ആൾക്കാരെ ഉത്തേജിപ്പിക്കാനൊക്കെ കൊള്ളാം. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു, ശുശ്രൂഷകന്മാർ ദൈവത്തിന്റെ കയ്യിലാണ്. മറുചോദ്യം വരിക, നക്ഷത്രം ദൈവദാസനാന്ന് എവിടെ എഴുതിയിരിക്കുന്നത്? അത് പിന്നെ 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 അതിനവിടെ ആൻസർ കിട്ടുന്നില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞ ഉപമാലങ്കാര വ്യാഖ്യാനത്തിന്റെ പ്രശ്നം. വ്യാഖ്യാന ശാസ്ത്രത്തിൽ നല്ല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വ്യാഖ്യാന രീതി അല്ല ഉപമാലങ്കാര വ്യാഖ്യാന രീതി. അത് ആർക്കും ഉപമാലങ്കാര വ്യാഖ്യാന രീതി എടുത്ത് വ്യാഖ്യാനിക്കാൻ എടുക്കും. പക്ഷെ വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന രീതി കുറച്ചുകൂടെ ഉയർന്നതാണ്. ഉപമാലങ്കാര വ്യാഖ്യാന രീതിയേക്കാൾ കുറച്ചുകൂടെ ഉയർന്നതാണ്. പക്ഷെ ആൾക്കാർക്ക് ഇച്ചിരി മസാലയൊക്കെ ഉള്ളത് എന്താ? കീല് തേക്കുന്ന പോലെ മകനെ, അതിന്റെ നടുവിലൂടെ മകനെ നിന്നെ, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കുളിരും ഒരു പുളിയും ഒരു എരു ഒക്കെ വരാനും സന്തോഷത്തിനും ഒക്കെ ഇടവരുത്താൻ കൊള്ളാം. പക്ഷെ അതിനപ്പുറത്ത് ഇതല്ലാതെ അതല്ല ഇത്. അപ്പം ഇതിന്റെ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പം ഡിവൈഡ് ദ സ്ക്രിപ്ചർ വിത്ത് ദ ലൈറ്റ് ഓഫ് ദ സ്ക്രിപ്ചർ. ആ വേദപുസ്തക വ്യാഖ്യാനത്തിന്റെ മേളിലോ താഴെയോ അതിന്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. വേറെ എങ്ങോട്ടും അതിന് ചാടിപ്പോയി വ്യാഖ്യാനിക്കേണ്ട. ആ ടെക്സ്റ്റുവൽ സെർമൺ ടെക്സ്റ്റുവൽ ആയിട്ട് തന്നെ ആ ടെക്സ്റ്റിൽ തന്നെ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. എക്സ്പോസിറ്ററി സെർമൺ ആ എക്സ്പോസിറ്ററിയിൽ നിന്ന് തന്നെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയും. അതിനാണ് ആ വ്യാഖ്യാന ശാസ്ത്ര ശൃംഖലകൾ നമുക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത്. ക്ലിയർ ആയി തോന്നുന്നല്ലേ? ഓക്കെ, വേറെ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? എനി അതർ ക്വസ്റ്റ്യൻ? സഹോദരിമാരൊന്നും ചോദിച്ചില്ലല്ലോ. ഓക്കെ, നമ്മൾ ഈ സമയത്ത് അങ്ങനെയാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ സമയത്ത് പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആയെങ്കിൽ, ഇത് നിങ്ങൾക്കൊരു പ്രയോജനമായെങ്കിൽ,
ഇന്ന് ഈ വൈകുന്നേരത്തെ ഈ സമയപരിമിതിക്കകത്ത് കുറേ കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഇപ്പം എബ്രായ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ വിഷയത്തിൻ്റെ ആധികാരികത. അതുകൂടെ എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയപരിമിതിക്കകത്ത് പറ്റിയില്ല. രണ്ടാമത്തതിനെ സ്ഥാപിപ്പിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളഞ്ഞു. ആ വാക്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാണ് ഇവിടെ ഇരുന്നത്, പക്ഷെങ്കിൽ സമയപരിമിതിക്കകത്ത് നമുക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ജീർണിച്ചതും നീങ്ങിപ്പോകുന്നതുമായത്, നീക്കം വന്നത് എന്നൊക്കെ പറയുന്ന ആ പദങ്ങൾ, ഫുൾഫിൽമെന്റ്, കംപ്ലീറ്റ്, ഫിനിഷ്ഡ് എന്നൊക്കെയുള്ള ആ ടെർമിനോളജി, ആ പദങ്ങൾ തന്നെ എടുത്ത് വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വിസ്താര ഭയത്താൽ ഈ സമയത്തിനകത്ത് ഇത്രയും അവതരിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. ഫർദറായിട്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ്സിലോ ഞാനുമായിട്ട് ബന്ധപ്പെടാം. ഈ വിഷയത്തിലുള്ള ഏത് സംശയങ്ങൾക്കും കർത്താവ് വെളിപ്പെടുത്തി തന്ന അറിവിൽ നിങ്ങളോട് മറുപടി പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ദയവായിട്ട് ബന്ധപ്പെട്ടാട്ടെ. sajidbrother@gmail.com, sajidbrother@gmail.com. വാട്സാപ്പ് ഉപയോഗിക്കുന്നവർ 9847389389, 9847389389 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ട ഫർദർ ക്ലാരിറ്റി ദയവായിട്ട് ഇന്ന് തന്നെ ഒരു മെസ്സേജ് ഇട്ടാട്ടെ. അതിന് റിപ്ലൈ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് മറുപടി തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ്, ഈ സമയത്ത് ലോകരാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം ചേരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഈ സംസാരത്തിൻ്റെ പിന്നിലെ ഉദ്ദേശം ഒരു റിയൽ റിലേഷൻഷിപ്പിലേക്ക്, യേശുവായിട്ടുള്ള ഒരു വാസ്തവമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ ഇത് കൊണ്ടുവരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, അതിമഹത്തായ തേജസ്സിൻ്റെ ഈ ശുശ്രൂഷ, അതിമഹത്തായ തേജസ്സിൻ്റെ ഈ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിനായിട്ട് നന്ദി. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു. പ്രത്യേകിച്ച് ഈ സമയത്ത് ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. പുതുനിയമത്തിൻ്റെ രഹസ്യങ്ങൾ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പം തുറന്ന ചെവിയും കാണാൻ കള്ളുള്ളവൻ കാണട്ടെ എന്ന ആശയത്തിൽ തുറന്ന കണ്ണും അത് ലഭിച്ചത് കാണാനും കേൾക്കാനും അങ്ങ് കൃപ പകരുന്നതിനായിട്ട് നന്ദി. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, പാപികളുടെ രക്ഷ, രോഗികളുടെ സൗഖ്യം, നിത്യജീവൻ അനേകർ കരസ്ഥമാക്കുവാൻ ഈ ശുശ്രൂഷകൾ പ്രയോജനമാക്കി മാറ്റുന്നതിന് നന്ദി. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ, വർദ്ധിക്കപ്പെടുമാറാകട്ടെ. ക്രൂശിൽ യേശു എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങളെ ഈ പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നിട്ട്, ഇതെന്റെ രക്തത്തിന്റെ പുതിയ ഉടമ്പടി ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രിവിലേജ് അനുഭവിക്കാൻ കഴിയാത്തതുപോലെ ഒരു ഗതികേടില്ലല്ലോ കർത്താവേ. അതനുഭവിപ്പാൻ നിന്റെ മക്കൾക്ക് കിട്ടുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ദാസന്റെ മുമ്പിൽ യജമാനൻ പോയ പോലെ അല്ല, അപ്പന്റെ മുഖൻ മകൻ പോകുന്ന പോലെ പ്രസന്നതയുള്ള മുഖത്തോടെ നിന്റെ മക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. അതിനായിട്ട് നന്ദി. റിച്വൽ ഇറങ്ങി മാറട്ടെ, റിലേഷൻഷിപ്പ് കയറി വരട്ടെ. അതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് ഈ ശുശ്രൂഷ പ്രയോജനമായെങ്കിൽ ദയവായി ഫേസ്ബുക്കിലും ട്വിറ്ററിലുമായി അനേകർക്ക് ഇത് ഷെയർ ചെയ്താട്ടെ, അനേകർക്ക് ഇത് പ്രയോജനമായി തീരട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ് us. കൂടുതൽ ഇതുപോലുള്ള സെർമൺസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. ദയവായിട്ട് നിങ്ങൾ കാണുന്ന ഈ സ്ക്രീനിന് താഴെയുള്ള ഗ്രേസ് ചങ്ങനാശ്ശേരി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളുടെ ഭാഗമാക്കിയാട്ടെ, ആ ബട്ടൺ അമർത്തിയാട്ടെ, നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്താട്ടെ, നിങ്ങളുടേതായാട്ടെ. അതിനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളെ ഓർപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് us. We bless you in Jesus' name. Stay blessed. Amen.